ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ ബനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ ശനിയാഴ്ചകളിൽ നമ്മൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട് എങ്ങനെ പരീക്ഷ എളുപ്പമാക്കാം എന്നുള്ള ഒരു പഠനത്തിന്റെ തുടർച്ചയാണ്. അപ്പൊ ഇന്ന് ആരോഗ്യപരമായ വിഷയങ്ങൾ, നല്ല ആരോഗ്യത്തോടു കൂടി എങ്ങനെ പരീക്ഷ എഴുതാം, അല്ലെങ്കിൽ ആരോഗ്യമുണ്ടെങ്കിൽ പരീക്ഷയിലൂടെ നമുക്ക് എന്തൊക്കെ എൻറിച്ച്മെന്റ്സ് ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ച് സൻസാർ നമ്മളോട് സംസാരിക്കും. സോ നിങ്ങളെല്ലാവരും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം സൻസാർ യു ആർ വെൽക്കം. താങ്ക് യു. ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ വിചാരിച്ചു എക്സാം എഴുതേണ്ട കുറെ ആൾക്കാരായിരിക്കും ഇന്ന് എന്റെ മുന്നിൽ ഉണ്ടാവാറ്. അതുകൊണ്ട് ഞാനൊരു പരീക്ഷയുടെ തയ്യാറെടുപ്പൊക്കെ എടുത്തിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ ചോദ്യം ചോദിക്കാൻ കുട്ടികളൊന്നുമില്ല. എനിവേ, കുഴപ്പമില്ല. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കുറെ ആൾക്കാർ, നല്ല ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ടെന്നുള്ളത് തന്നെ വലിയ കാര്യം. ഓക്കെ, ഞാൻ നേരെ ടോപ്പിക്കിലേക്ക് കയറാം. എന്നിട്ട് ഒരു ഡിസ്കഷൻ ആയിരിക്കും നല്ലത്. വീഡിയോ ഉണ്ടല്ലോ അല്ലെ? അല്ല, വീഡിയോ അല്ല, സ്ക്രീൻ കാണാം. ഓക്കെ. എക്സാം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവുക പെർഫോം ചെയ്യുക എന്നുള്ളതായിരിക്കും. എന്ത് തരത്തിലുള്ള പെർഫോമൻസ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു എക്സാം ആയിട്ട് നമുക്ക് കണക്കൂട്ടാം, എഴുത്തു പരീക്ഷ മാത്രമല്ല. അപ്പൊ ഈ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ശാരീരികവും മാനസികവും സോഷ്യലുമായിട്ടുള്ള ആരോഗ്യം പ്രധാനമായിട്ട് നമ്മുടെ സ്റ്റഡീസിനെ, നമ്മുടെ പഠനങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ എക്സാം പെർഫോമൻസിനെയും എഫക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. തീർച്ചയായിട്ടും എഫക്ട് ചെയ്യുന്നുണ്ട് അല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ പാരന്റ്സ് ആണ് കൂടുതൽ ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ പാരന്റ്സിന് തീർച്ചയായിട്ടും അറിയാം കുട്ടികളുടെ പെർഫോമൻസിന് ആ സമയത്ത് ഒരു പനി അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു ഇഷ്യൂ പോലും വന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ രീതിയിൽ ആ ഒരു ഫൈനൽ എക്സാം എത്തുമ്പോഴേക്ക് അവരുടെ റിസൾട്ടിൽ അത് മാറ്റർ ചെയ്യുമായിരുന്നു. അത് തന്നെ കുട്ടികളുടെ കാര്യത്തിൽ, നമ്മുടെ കാര്യത്തിൽ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കുട്ടികളുടെ കാര്യത്തിൽ അതൊരു പരീക്ഷ പേടി കൂടി ഉണ്ടെങ്കിലോ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ആങ്സൈറ്റി, അങ്ങനെ ഒരു ഉത്കണ്ഠയും കൂടെ ഉണ്ടെങ്കിൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തിക്കും. അപ്പൊ അതിനെ എന്തൊക്കെ രീതിയിൽ നമുക്ക് കവർ ചെയ്യാം, എന്തൊക്കെയാണ് ആ ഒരു കാര്യത്തിൽ നമുക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും ഉണ്ടാവേണ്ട പെർസ്പെക്റ്റീവ്സ്, ആ ഒരു കാര്യത്തിലേക്കാണ് ഇന്ന് പോകുന്നത്. സോ ആർ യു റെഡി ഫോർ ടുഡേ? എക്സാംസ് നമുക്ക് ലാസ്റ്റിലേക്ക് എത്താം. നോർമലി നമ്മുടെ ഒരു ടിപ്പിക്കൽ എക്സാം ഡേയിൽ കാണുന്ന ഒരു ചിത്രം ഇതായിരിക്കോ അല്ല ഇതായിരിക്കോ? ഒരു ഹാപ്പിനെസ് ഫീലിംഗ് ആണോ നമ്മുടെ മനസ്സിലേക്ക് വരിക, അല്ലെങ്കിൽ ഒരു ഇതിപ്പം ഒരുപക്ഷെ ഇവിടെ കാണിച്ചിരിക്കുന്ന എക്സാമിന് ശേഷമുള്ള റിസൾട്ട് എന്നുള്ളത് കൂടി ആയിരിക്കാം. ഇങ്ങനെ ഒരു ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് പൊതുവെ വരുന്നതെങ്കിൽ അത് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതേ സമയത്ത് ഇങ്ങനെ ഒരു ചിത്രമാണ് വരുന്നതെങ്കിൽ എത്ര ഹാപ്പി ആയിട്ടായിരിക്കും അന്നത്തെ എക്സാമിന് അറിയാവുന്ന കാര്യങ്ങൾ പെർഫോം ചെയ്തിട്ട് വരാൻ പറ്റുക, അതിന്റെ റിസൾട്ട് എന്തുമാത്രം പോസിറ്റീവ് ആയിരിക്കും. സോ ഇങ്ങനെ ഒരു ചിത്രത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ചില കാര്യങ്ങൾ, അതിലേക്ക് നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കാനുള്ളത്. നോർമലി സാധാരണഗതിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന, കുട്ടികളിൽ കാണാൻ പറ്റുന്ന ചില ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും എക്സാം ടൈമിൽ അത് കുറച്ച് കൂടുതലായിട്ട് കാണാം. ഒന്ന്, സാധാരണഗതിയിൽ കാണാറുള്ള രോഗങ്ങൾ, ഒരുപക്ഷെ പനി, തലവേദന, അല്ലെങ്കിൽ കഫ് ആൻഡ് കോൾഡ്, ഇതുപോലെയുള്ള കാര്യങ്ങളായിരിക്കാം. അതല്ലെങ്കിൽ ഒരുപക്ഷെ പെട്ടെന്ന് ക്ഷീണം വരിക, അറിയാതെ ഉറങ്ങിപ്പോവുക, അതല്ലെങ്കിൽ ബോഡി പെയിൻ, ഇങ്ങനെയുള്ള കംപ്ലൈൻസ് ഉണ്ടാവാറുണ്ട്. മസിൽ പെയിൻ അല്ലെങ്കിൽ ക്രാംസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ. ചില അലർജീസ് പെട്ടെന്ന് വരാം. ഇതിനൊക്കെ ബന്ധമുണ്ട്. നമ്മുടെ സ്ട്രെസ്സുമായിട്ടും നമ്മുടെ വയറിന്റെ ആരോഗ്യമായിട്ടൊക്കെ അലർജിക്ക് ഒത്തിരി ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ വളരെ കോമൺ ആയിട്ടുണ്ടാവുന്ന കാര്യങ്ങളുമാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് കണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പെട്ടെന്ന് ഈ തലവേദന ഒരുപക്ഷെ അതുകൊണ്ട് കൂടിയാവാം, കണ്ണിന് പിന്നിലുണ്ടാവുന്ന വളരെ കൂടുതൽ സ്ട്രെയിൻ കൊണ്ടുള്ള ബുദ്ധിമുട്ടും ആവാം. അതുപോലെ തന്നെ ഒരുപക്ഷെ മറ്റ് ചില ചലഞ്ചസ്,
നോർമൽ ബോഡി ആയിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഈവൻ ഡാൻഡ്രഫ് പോലെയുള്ള ഇതൊക്കെ ഒട്ടും ശ്രദ്ധിക്കാതെ വന്നതുകൊണ്ട് ഉണ്ടാവുന്ന മുഖക്കുരു, ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരുപക്ഷെ രാവിലെ നമ്മുടെ കണ്ണാടി നോക്കുമ്പോൾ മാത്രമായിരിക്കും ഇതൊക്കെ നമുക്ക് എഫക്ട് ചെയ്യുന്നുണ്ടാവുക, ആ കുട്ടിക്ക് എഫക്ട് ചെയ്യുന്നുണ്ടാവുക. ബട്ട് ഇറ്റ് ഈസ് ദർ എനിവേ. അതുപോലെ സ്ട്രെസ് ഉണ്ടാവാം, ആൻസൈറ്റി, ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങൾ. എന്തിനാണ് സമ്മർദ്ദം നമ്മുടെ പെർഫോമൻസിനെ എത്രമാത്രം മറ്റുള്ളവരെ ഇമ്പാക്ട് ചെയ്യാൻ പറ്റും എന്നറിയുമ്പോഴാണ്, അല്ലെ? ആ ഒരു പേടി കൊണ്ട് കൂടിയാ വരുന്നത്. അതുപോലെ തന്നെ ഡിപ്രഷൻ വരുന്നത് എന്തുകൊണ്ടാണ്? മറ്റുള്ളവരെ പോലെ ആകാൻ പറ്റിയില്ലെങ്കിലോ. ആങ്സൈറ്റി വരുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ പഠിച്ച ചോദ്യങ്ങൾ തന്നെ അല്ലെങ്കിൽ ഉത്തരങ്ങൾക്കുള്ള ചോദ്യങ്ങൾ തന്നെ നാളെ ആൻസർ ക്വസ്റ്റ്യനിൽ വന്നില്ലെങ്കിലോ എന്നൊക്കെ ഓർത്തിട്ടല്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രധാനപ്പെട്ട ചില ചാലഞ്ചസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചില കോസസ് എന്ന് പറയുന്നത്, കാരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് വളരെ കുറവ് ഔട്ട്ഡോർ ആക്ടിവിറ്റി ആയിരിക്കും. പൊതുവെ ടൈം ഇല്ല, അതിനനുസരിച്ച് തന്നെ നമ്മൾ ഇൻഡോറിലേക്ക് കൂടുതലായിട്ട് പെട്ടുപോവുക തന്നെയാണ് ശരിക്കും. എക്സാം ഒക്കെ ഒത്തിരി പാസ്സായതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്കും അത് പറയാൻ പറ്റും. ലാക്ക് ഓഫ് ഫുഡ് ആൻഡ് ആഡിക്വേറ്റ് വാട്ടർ. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള ആയിരിക്കില്ല, അല്ലെങ്കിൽ കറക്റ്റ് ക്വാണ്ടിറ്റി ആയിരിക്കില്ല, ബാലൻസ്ഡ് ന്യൂട്രീഷൻ ആയിരിക്കില്ല. വെള്ളം കുടിക്കുന്നത് വളരെയധികം കുറഞ്ഞിട്ടുണ്ടാവും. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ അനീമിയ പോലെയുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയോ ഈവൻ കാൽസ്യം ഡെഫിഷ്യൻസിയോ ഒക്കെ നമ്മുടെ മറ്റ് പ്രശ്നങ്ങൾക്കുള്ള കാരണങ്ങളാവാം. അതുപോലെ തന്നെ ഉറക്കം ഡിസ്റ്റർബ് ആവുക, ഉറക്കത്തിൽ തന്നെ ഞെട്ടി ഉണരുക, അത്രയൊന്നും പോകണ്ട, വേണ്ടത്ര സമയം ഉറങ്ങാതിരിക്കുക, ആ ഒരു കാര്യം പോലും നമുക്കവിടെ ഉണ്ടാവാം. എക്സാം ഫിയർ, ഒരു പേടി പൊതുവെ കുട്ടികൾക്കില്ല. പേടി ഉണ്ടാക്കി കൊടുക്കുന്നത് പാരൻസും ടീച്ചേഴ്സുമാണ്. എന്താവും നിന്റെ ഭാവി? ഈ ഭാവിയെക്കുറിച്ചുള്ള ചിന്ത വളരെ കൂടുതലാവുമ്പോൾ അച്ഛനമ്മമാർക്കാണ് കൂടുതലായിട്ടും പേടി ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അത് കുട്ടികളിലേക്ക് സ്ലോലി ട്രാൻസ്ഫർ ആവും. എനിക്ക് ഹാഫ് ഇയർലി ഞാൻ സ്കൂളിൽ ഫസ്റ്റ് ആയിരുന്നു, എനിക്ക് ഫൈനൽ എക്സാം ആകുമ്പോഴേക്ക് സ്കൂളിൽ ഫസ്റ്റ് ആവാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ളൊരു പേടി. എക്സാമിനെ അല്ല ആക്ച്വലി അവർ പേടിക്കുന്നത് ആ പെർഫോമൻസ് അതിനുശേഷം ഉണ്ടാവുന്ന ബാക്കി കുട്ടികളുടെ മുന്നിൽ ഞാൻ അതേ ഒരു സ്റ്റാൻഡിൽ നിൽക്കാൻ പറ്റിയില്ലെങ്കിലും എന്നൊക്കെ ഉള്ളതായിരുന്നു. എനിവേ, സ്ട്രെസ് ആണ് കോമൺ ആയിട്ട് ഇവിടെ വരുന്നത്. ആൻഡ് പുവർ ഹൈജീൻ. നമ്മുടെ ശരീരത്തിനെയും അതുപോലെ തന്നെ നമ്മുടെ താമസ സ്ഥലത്തിനെയും ഒക്കെ ഹൈജീനിക്കലി ശരിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറെ അസുഖങ്ങളൊക്കെ മാറി കിട്ടുന്നുണ്ടാവും, അല്ലെ? ഇങ്ങനെ മാറേണ്ടത് അത്യാവശ്യം തന്നെയല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ പൊതുവെ ഒന്ന് സൂര്യപ്രകാശത്തിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ ആ ഒരു കൂടുതൽ ഔട്ട്ഡോർ ആക്ടിവിറ്റി ഇല്ല എന്ന് ആദ്യം പറഞ്ഞു. അതുകൊണ്ട് പൊതുവെ ഉണ്ടാവുന്ന സൂര്യന്റെ ആ പ്ലസന്റ്നെസ് നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സും ഒരു പ്ലസന്റ് ആയി മാറുന്നില്ല. തീർച്ചയായിട്ടും ഇതൊക്കെ കുട്ടികൾക്ക് വളരെ പ്രാക്ടിക്കലി അറിയാൻ പറ്റുന്ന ചില കാര്യങ്ങളായിരിക്കും. സോ ഇവിടെ നമുക്ക് ആവശ്യമുള്ള ചില പെർസ്പെക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന്, ഇത് ഒരു ഫൈനൽ എക്സാം ആയിട്ട് കണക്കുകൂട്ടുണ്ടാവും. ഇത് കഴിഞ്ഞാൽ ഇതിപ്പോ +1 ആണെന്ന് അല്ലെങ്കിൽ +2 ആണെന്ന് വിചാരിച്ചോ, ഇതിന്റെ നെക്സ്റ്റ് എന്താ ഡിഗ്രി ഉണ്ടാവാം, അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമിനേഷൻസ് ഉണ്ടാവാം. അതിനുശേഷം എവിടെയാണോ സെലക്ഷൻ കിട്ടിയത് അതിന്റെ എക്സാംസ് ഉണ്ടാവാം. സോ ത്രൂ ഔട്ട് ലൈഫ് നമുക്ക് പലതരത്തിലുള്ള, ഒരുപക്ഷെ പഠനമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ കാരിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ, അതും അല്ലെങ്കിൽ ഈവൻ നമ്മുടെ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ ഉള്ള പലതരത്തിലുള്ള എക്സാംസ് നമുക്ക് ഫേസ് ചെയ്യാനുണ്ട്. 10ാം ക്ലാസ് വരെ ഒരുപക്ഷെ ബേസ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ 10ാം ക്ലാസ്സിന് ശേഷമുള്ള ഒത്തിരി എക്സാമുകൾ നമ്മുടെ ലൈഫിലുണ്ട്. ഇതൊന്നും ഒരു ഡിസിഷൻ മേക്കർ ആയിട്ട് നമ്മൾ കാണേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് ഓക്കെ, അവിടെ ഒരു എൻഡ് അല്ല, നമ്മുടെ ലൈഫിന്റെ ഒരു എൻഡ് അല്ല, മേ ബി ഇറ്റ്സ് എ ബെൻഡ്. അവിടെ ആ എൻഡ് എന്ന് നമ്മൾ ഒരു ചെറിയ ബെൻഡ് അടിച്ചിട്ട് ഒരു യു ടേണോ അല്ലെങ്കിൽ വേറൊരു ടേണോ എടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി കാണാം എന്നുള്ള ഒരു പെർസ്പെക്റ്റീവ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ സ്ട്രെസ്, ആൻസൈറ്റി, അതുപോലെ തന്നെ ആ ഒരു ഫിയർ എന്ന് പറയുന്ന ഫാക്ടർ അവിടെ നിന്ന് മാറ്റി കിട്ടാം. ശരിയായ ശീലങ്ങളിലൂടെ, അതൊരു പക്ഷേ നമ്മുടെ പാരൻസിനാണ് ഉണ്ടാവേണ്ടത്. നമ്മുടെ ഈ ലൈഫ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഈസി ആക്കി കൊണ്ടുപോകാൻ പറ്റും കുട്ടികൾക്ക്. സോ നല്ല ഹാബിറ്റ്, അതൊരു പക്ഷേ ഉറക്കത്തിന്റെ ആവാം, അതല്ലെങ്കിൽ ഒരു പക്ഷെ ഭക്ഷണത്തിന്റെ ആവാം, എന്തൊക്കെ തരത്തിലുള്ള നമുക്ക് പില്ലേഴ്സ് ഓഫ് ഹെൽത്ത് വരുന്നുണ്ട്. ഈ പില്ലേഴ്സ് ഓഫ് ഹെൽത്തിലത്തെ കാര്യങ്ങളിൽ നമുക്ക് പാരൻസിന് നല്ലൊരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ, ശീലങ്ങൾ ഉണ്ടെങ്കിൽ,
അത് കുട്ടികളിലേക്ക് അറിയാതെ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പറയാം. അതൊരു എക്സാമിന് മാത്രമായിട്ട് നമ്മൾ കണക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. ആൻഡ് വാട്ട് എവർ യു ഡു, ഇഫ് യു ആർ ഡൂയിങ് യുവർ ബെസ്റ്റ്, നിങ്ങളുടെ പെർഫോമൻസിന് ആസ് എ ചൈൽഡ് നിങ്ങളുടെ പെർഫോമൻസിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രൊജക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ്. ഇന്നലത്തേതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആവാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ആൻഡ് ബെറ്റർ ദാൻ ദ ബെസ്റ്റ് നമുക്ക് വേണമെങ്കിൽ പറയാം, തീർച്ചയായിട്ടും പറയാം. കാരണം നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള അൺലിമിറ്റഡ് സ്കോപ്പ് ഉണ്ട് ആസ് എ ചൈൽഡ്. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, സോ എന്തൊക്കെയാണ് പില്ലേഴ്സ് ഓഫ് ഹെൽത്ത്? ഒരു ഹെൽത്തി ചൈൽഡിന് ആരോഗ്യത്തോടെ ഇരിക്കാനും ആരോഗ്യത്തോടെ പെർഫോം ചെയ്യാനും ആവശ്യമുള്ള പ്രധാനപ്പെട്ട ചില പില്ലേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന്, നല്ല ന്യൂട്രീഷൻ, റെഗുലർ എക്സസൈസ്, അതുപോലെ തന്നെ ഇമോഷണൽ വെൽബീയിങ് തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. മാനസിക നില എത്രത്തോളം ബെറ്റർ ആയിരിക്കും അത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യാം എന്ത് ആക്ടിവിറ്റി എടുത്താലും. ആൻഡ് എ ഗുഡ് നൈറ്റ് സ്ലീപ്പ്, നല്ലൊരു ഉറക്കം, അത് രാത്രി തന്നെ വേണം. സോ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ഇതിൽ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ, ആദ്യത്തെ പില്ലർ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ന്യൂട്രീഷൻ എങ്ങനെ ഉണ്ടായിരിക്കണം? ഒരു ബാലൻസ്ഡ് മീൽ പ്ലേറ്റ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ബാലൻസ്ഡ് മീൽ പ്ലേറ്റിൽ കൂടുതലും വെജിറ്റബിൾസ്, അതുപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ കുറച്ച് സീരിയൽസ് അല്ലെങ്കിൽ നമ്മുടെ ധാന്യങ്ങൾ, അതുപോലെ കുറച്ച് നട്ട്സും സീഡ്സും, എണ്ണ, എല്ലാം നല്ല രീതിയിലുള്ള, അല്ലെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ ജസ്റ്റ് ടേസ്റ്റ് മാത്രമല്ല അതുമായിട്ട് ഒരു ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ഡിഷിന്റെ പേരല്ല, ഇതൊക്കെ പലതരത്തിലുള്ള ഐറ്റംസ് ആണ്. ഈ ഐറ്റംസ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റും? അവിടെ ഇവിടെ മീൽ പ്ലേറ്റ് നോക്കുമ്പോൾ നമുക്ക് ഫ്രൂട്ട്സും സീരിയൽസും അതുപോലെ തന്നെ മിൽക്ക് പ്രോഡക്ട്സും, കേർഡ് അല്ലെങ്കിൽ നെയ്യ്, അതുപോലെയുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ ഗ്രീൻ ലീഫ് വെജിറ്റബിൾസും ഒക്കെ കൂടി കഴിഞ്ഞാൽ അതന്നെ വലിയ പാർട്ടായി. ഇതുകൂടാതെ നമുക്ക് ഫിഷ്, മീറ്റ്, എഗ് ഇതുപോലെയുള്ള സാധനങ്ങളും നട്ട്സും സീഡ്സും ഒക്കെ വരുമ്പോൾ നമുക്ക് എല്ലാം ഒരു ദിവസത്തേക്ക് വേണ്ട രീതിയിൽ കിട്ടുകയാണ്. ഇത് ഒരു ദിവസത്തേക്ക് രാവിലെ ഞാൻ നട്ട്സ് മുഴുവൻ കഴിക്കാം അല്ലെങ്കിൽ രാത്രി മുഴുവൻ സീരിയൽസ് കഴിക്കാം എന്നുള്ള ഒരു രീതിയിലല്ല എല്ലാ മീൽ പ്ലേറ്റും ഈ ഒരു രീതിയിൽ എടുക്കാൻ പറ്റുകയാണെങ്കിൽ, അത് ഈവൻ നിങ്ങൾക്ക് 3 നേരവും വേണ്ട ഭക്ഷണം ഒരുമിച്ച് ഉണ്ടാക്കിയിട്ട് ഓരോ പ്രാവശ്യവും ചൂടോടെ കഴിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. അല്ലെ, കുട്ടികൾക്ക് അങ്ങനെയാണ് എപ്പോഴും കിട്ടാറ്? അല്ല, പലപ്പോഴും ടിഫിനിൽ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ഉച്ചയ്ക്ക് അവിടെ പോയി കഴിക്കുന്നതാണെങ്കിൽ, സ്കൂളിൽ പോയി കഴിക്കുന്നതാണെങ്കിൽ അതൊന്നും പോസിബിൾ അല്ല. സോ എക്സാം ടൈമിൽ മാത്രം ഇങ്ങനെ വേണമെന്നൊന്നും ഒരു ശാഠ്യവും വേണ്ട. കാരണം പാരന്റ്സിനും ഇതിനനുസരിച്ച് തന്നെ സ്ട്രെസ്സും ഒക്കെ ഉണ്ട്. സോ കുട്ടികളും അവിടെ ആ ഒരു നിർബന്ധം പിടിക്കാതെ, പാരന്റ്സും നിർബന്ധം പിടിക്കാതെ നല്ല ഭക്ഷണം നല്ല രീതിയിൽ ഒരു ബാലൻസ് ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടന്റ്. സോ ഫുഡ് ആൻഡ് ന്യൂട്രീഷനെ പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും സംസാരിക്കാം. കാരണം ഇവിടെ നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് നമുക്ക് ഒരു കാര്യത്തിൽ പെർഫോം ചെയ്യാൻ പറ്റുക? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബ്രെയിൻ. നമ്മുടെ ബ്രെയിൻ ആണ് ഓൾമോസ്റ്റ് 20 to 30% കലോറി യൂസ് ചെയ്യുന്നത്. ഈ കലോറി എന്തിനു വേണ്ടിയിട്ടൊക്കെയാ? ഇപ്പം ബ്രെയിനിൽ നോക്കിക്കഴിഞ്ഞാൽ ഫ്രോണ്ടൽ ലോബ് നമ്മുടെ തിങ്കിങ്, മെമ്മറി, അതുപോലെ തന്നെ ബിഹേവിയർ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഫ്രോണ്ടൽ ലോബാണ്. അതുപോലെ ടെമ്പറൽ ലോബ് ഹിയറിംഗ്, ലേണിംഗ് അല്ലെങ്കിൽ നമ്മുടെ ഫീലിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഇമോഷണൽ വെൽബീയിങ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ അത് വർക്ക് ചെയ്യുന്നുണ്ട്. സെറിബെല്ലം ബാലൻസ് ആൻഡ് കോർഡിനേഷൻ, ഓക്സിപിറ്റൽ ലോബ് വിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, പറൈറ്റൽ ലോബ് നമ്മുടെ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ഇങ്ങനെയൊക്കെ പല രീതിയിൽ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്തിട്ട് അത് ഒരു എഫക്റ്റീവ് ഔട്ട്പുട്ട് തരുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിന്റെ ഹെൽത്തിനെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിനെ പറ്റി അറിയണം. അതാണ് ഗട്ട്. സെക്കൻഡ് ബ്രെയിൻ എന്ന് കൂടി വേണമെങ്കിൽ പറയാം. അതിന് സ്വന്തമായിട്ട് ന്യൂറോൺസ് ഉണ്ട്. പക്ഷെ ഈ ഗട്ട് ഹെൽത്ത് നമ്മുടെ കുടലിന്റെ ആരോഗ്യം ശരിയായിട്ട് ഇല്ലെങ്കിൽ എളുപ്പത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ, അതിൽ ഒന്നാമത്തത് അത് മറ്റ് ന്യൂട്രിയൻസിന്റെ അബ്സോർപ്ഷനെ പോലും ബാധിക്കും, ആഗിരണം ബാധിക്കും. അതുകൊണ്ട് തന്നെ വേണ്ട രീതിയിലുള്ള ഭക്ഷണം കഴിച്ചെങ്കിൽ പോലും വേണ്ട രീതിയിലുള്ള ന്യൂട്രിയൻസ് ബ്ലഡിലേക്ക് എത്തുന്നില്ല. നമ്മുടെ ഈ ടേസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഈ കഴുത്ത് വരെയല്ലേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ
ദഹിച്ചിട്ട് കുടലിലേക്ക് എത്തുന്ന സാധനങ്ങളൊക്കെ പിന്നെ പോഷക ഘടകങ്ങളായിട്ടാണ് മാറുന്നത്. അപ്പൊ അതിന്റെ ആഗിരണം ശരിയായ രീതിയിൽ നടന്നില്ലെങ്കിൽ ശരീരത്തിന്റെ ആരോഗ്യം വളരെ മോശമാവും. അതുപോലെ തന്നെ ഈ ഒരു കാര്യം നമ്മുടെ കുടലിന്റെ ആരോഗ്യത്തിനെ തന്നെ ബാധിക്കുകയും ചെയ്യും. അത് ബ്ലഡ് സ്ട്രീമിനെ ബാധിക്കും. ഇത് രണ്ടും ചേർന്നിട്ട് ബ്രെയിനിനെ എഫക്ട് ചെയ്യും. അല്ലെങ്കിൽ ചെറിയ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ ബ്രെയിനിനോട് പറഞ്ഞു തുടങ്ങും. അപ്പൊ പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ക്രേവിങ്സ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഡയറക്ട്ലി കുട്ടികൾ പറയുന്നതാവണമെന്നില്ല. ആ കുട്ടികളോട് ഒരുപക്ഷെ കുട്ടികളുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ കുടലിനകത്തുള്ള ബാക്ടീരിയകൾ പറയുന്നതാവാം. മൈക്രോബ്സ് ഒരുപാടുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ന്യൂട്രീഷൻ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കുട്ടികളുടെ ക്രേവിങ്സ് കുറെയൊക്കെ നിൽക്കും. അപ്പൊ ആ ക്രേവിങ്സ് എങ്ങനെ നിർത്തണം എന്ന് നമ്മൾ അറിയണം. ഈ ക്രേവിങ്സ് കൊണ്ടാണ് പലപ്പോഴും ഈ പാക്ക് ഫുഡ് അല്ലെങ്കിൽ ഈവൻ നമ്മൾ പല പാക്കറ്റുകളിലും വരുന്ന നിറങ്ങളിൽ വരുന്ന അഡ്വർടൈസ്മെന്റുകളിൽ മാത്രം കാണപ്പെടുന്ന പല ന്യൂട്രിയൻസും വാങ്ങിക്കാൻ നോക്കുന്നത്. കാരണം പാക്കറ്റുകളിൽ പലതും അത് ഉണ്ടാവാറില്ല. എനിവേ, അത് കൂടാതെ ഈ ഗട്ട് ഹെൽത്തിനെ എഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൂഡ് തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് ദേഷ്യം വരുന്നതോ അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്ന് മൂഡ് സ്വിങ്സ് വരുന്നതിനോ ഒക്കെ കാരണമാവാം. അപ്പൊ അതും എഫക്ട് ചെയ്യും. ആൻഡ് ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം പെർഫോമൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സ്ട്രെസ് അല്ലെങ്കിൽ മോട്ടിവേഷൻ വളരെ കുറവായിട്ട് ഞാൻ എന്തിന് എക്സാം എഴുതണം എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോവാം. സോ ഗട്ട് ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാര്യത്തിൽ. സോ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എന്താണ് മാറ്റം കൊണ്ടുവരേണ്ടത് നമ്മുടെ തിങ്കിങ് പ്രോസസ്സിൽ? ഒന്ന്, ഹോം മെയ്ഡ് ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക. റെസ്റ്റോറന്റ് ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ പാക്ക് ചെയ്തിട്ട് കൊണ്ടുവരിക എന്ന് പറയുന്ന അല്ലെങ്കിൽ ബേക്കറിയിൽ ഓക്കെ മകൻ ഇന്ന് എക്സാം തുടങ്ങിയ ദിവസമല്ലേ, ഇന്ന് എന്തെങ്കിലും ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വരാം, അവന് ഹെൽപ്പ് ആവും അല്ലെങ്കിൽ അവന് സന്തോഷമാവും. നോ, അറ്റ്ലീസ്റ്റ് ആ ഒരു മേ ബി ഇനി വരുന്ന 1-2 മാസമെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതായിരിക്കും ഒരു പക്ഷെ ബെറ്റർ. പറ്റുന്നതും നിങ്ങൾ ആ ഒരു രീതിയിലുള്ള ഭക്ഷണം തന്നെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ടൈമിനും വാല്യൂ ഉണ്ടാവും. സെക്കൻഡ്, ഫ്രഷ് ഫ്രൂട്ട്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിക്കാം. അത് ജ്യൂസിനേക്കാൾ എത്രയോ ബെറ്റർ ആണ്. സോ കുട്ടിക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ സമയമില്ല എന്ന് കരുതിയിട്ട് ജ്യൂസ് അടിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജ്യൂസിൽ കുറച്ച് ഈവൻ ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒക്കെ അത് വളരെ മോശം പ്രാക്ടീസ് ആണ്. ഫ്രൂട്ട്സ് കഴിക്കേണ്ടടുത്ത് ഫ്രൂട്ട്സ് തന്നെ കഴിക്കണം. ജ്യൂസിനെ കൊണ്ട് റീപ്ലേസ് ചെയ്യരുത്. ഹെൽത്തി ഡ്രിങ്ക്സ്, പലതരത്തിലുള്ള ഡ്രിങ്ക്സ് ഇപ്പം ചില ഫ്രിഡ്ജിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മോശം ഡ്രിങ്ക്സ് ഉണ്ടാവാറുണ്ട്. എനിവേ, അങ്ങനെയുള്ളത് ഒഴിവാക്കിയിട്ട് വെള്ളത്തിന്റെ അളവ് കൂട്ടുക, അല്ലെങ്കിൽ ഹെൽത്തി ഡ്രിങ്ക്സ് ആയിട്ട് തന്നെ നമുക്ക് ഈവൻ എന്താ പല രീതിയിൽ ജസ്റ്റ് ഒരു ലെമൺ വാട്ടർ പോലും അല്ലെങ്കിൽ നോർമൽ സോഡയിൽ തന്നെ മിക്സ് ചെയ്തിട്ടാണെങ്കിൽ പോലും, അതൊക്കെ കാർബണേറ്റഡ് ഡ്രിങ്ക് ആണെന്നുള്ളത് കൊണ്ട് അതിനെ ഞാൻ ഒരുപാട് പ്രോത്സാഹിപ്പിക്കില്ല. സ്റ്റിൽ നമുക്ക് മോരും വെള്ളം അല്ലെങ്കിൽ ഇതുപോലെയുള്ള ലെമൺ വാട്ടർ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ചായ കാപ്പിക്ക് പകരം ഒരു പക്ഷെ ഇങ്ങനെയുള്ള ഡ്രിങ്ക്സും ഈവൻ പാലും ഒക്കെ ആയിരിക്കും കൂടുതൽ ബെറ്റർ. പാലിനെ പറ്റി കുറച്ചുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള കാസിൻ കൂടുതൽ നേരത്തേക്ക് എനർജി സസ്റ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നൈറ്റ് ടൈമിലും പാല് കുടിക്കുന്നത് വളരെ ബെറ്റർ ആണ്. കാരണം ഒരു 11 മണിക്കോ 12 മണിക്കോ ഒക്കെ അത്രയും നേരമൊക്കെ ഇരുന്നിട്ട് വായിക്കണം എന്നുണ്ടെങ്കിൽ അത്രയും നേരത്തേക്ക് എനർജി സസ്റ്റെയിൻ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സ്ലോ പ്രോസസ്സിൽ കിട്ടാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും കാസിൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. മിൽക്ക് കാസിൻ വളരെ എഫക്റ്റീവ് ആണ്. ശരിയായ സമയത്ത് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് തന്നെ 3 നേരം അല്ലെങ്കിൽ 4 നേരം മാത്രമായിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ള രീതിയാണ് നല്ലത്. 5, 8, 10 പ്രാവശ്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കുറിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നതിന് പകരം ഡെഫിനിറ്റ് ടൈംസിൽ കഴിക്കുക. ആ കൃത്യനിഷ്ഠയോട് കൂടിയിട്ടുള്ള ഭക്ഷണം ആകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ സമയമെടുത്ത് കഴിക്കാൻ പറ്റും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കൂടാതെ മറ്റൊരു കാര്യം സാധാരണത്തിൽ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാത്രിയിൽ ഡിന്നർ കഴിഞ്ഞിട്ട് 1-2 മണിക്കൂർ കഴിയുമ്പോഴേക്ക് വീണ്ടും കാപ്പി കൊടുക്കുക, അല്ലെങ്കിൽ ഫ്ലാസ്കിൽ കാപ്പി നിറച്ച് വെച്ചിട്ട് അച്ഛനും അമ്മയും ഉറങ്ങാൻ പോവുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ കാപ്പി എപ്പോഴും വേണമെങ്കിലും എടുത്ത് കുടിക്കാമല്ലോ. ബട്ട് ഇറ്റ്സ് എ റോങ് പ്രാക്ടീസ്. അത് ശരിയല്ല. അത് തൽക്കാലത്തേക്ക് ആശ്വാസം തരുന്നുണ്ടാവും, പക്ഷെ അതല്ലാതെ അത് എനർജി അല്ലെങ്കിൽ നമ്മുടെ ഹോർമോൺ ബാലൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കുമ്പോൾ അത് ഒരു മോശം പ്രാക്ടീസിലേക്ക് പോവാം. ഓക്കെ. അതുപോലെ തന്നെ
മീൽ ടൈം നോർമലി ഞാൻ പറഞ്ഞു സമയം എടുത്തിട്ട് കഴിക്കണം എന്ന്. മീൽ ടൈം എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലത്. നോർമലി ഒരു മീൽ ടൈം നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ തീൻമേശയില് ശരിക്കും അവിടെ നടക്കുന്നത് ഒരു ഷെയറിങ്, കെയറിങ് ആൻഡ് ലവിങ് എക്സ്പീരിയൻസ് ആണ്. ഈ ഒരു എക്സ്പീരിയൻസ് ആണ് ആദ്യം കാണിച്ച പിക്ചറിലും കണ്ടിട്ടുണ്ടാവുക അല്ലെ. ആ ഒരു എക്സ്പീരിയൻസ് എന്നാണ് ആക്ച്വലി നെക്സ്റ്റ് ഡേയിലേക്കുള്ള പെർഫോമൻസിന്റെ തുടക്കം ഉണ്ടാവുക. സോ എല്ലാ സമയത്തും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ പറ്റുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഫോർ ഡിന്നർ അല്ലെങ്കിൽ രാവിലത്തെ ഭക്ഷണത്തിന്റെ സമയത്താണെങ്കിലും ഒന്ന് ഒരുമിച്ചിരുന്നിട്ട് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് എഫക്റ്റീവ് ആവും. പക്ഷെ അവിടെ ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവിടെ അതിനൊട്ടും പ്രസക്തിയില്ല. ഒരുപക്ഷെ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയോട് തന്നെ പറയാം, നിനക്ക് എത്ര മാർക്ക് കിട്ടും എന്ന് നീ പ്രതീക്ഷിക്കുന്നുണ്ട്, അത് അവിടെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് അവിടെ തന്നെ മാർക്ക് ചെയ്തോട്ടെ. ഹി ക്യാൻ ഇവാലുവേറ്റ് ഹിംസെൽഫ്. സ്വന്തമായിട്ട് എത്ര കിട്ടി അല്ലെങ്കിൽ എന്തായിരുന്നു എന്റെ പെർഫോമൻസിന്റെ ലെവൽ എന്നുള്ളത് സ്വന്തമായിട്ട് അനലൈസ് ചെയ്യട്ടെ, സ്വന്തമായിട്ട് അസസ് ചെയ്യട്ടെ. ഈ അസസ്മെന്റിനെ വാല്യുവേഷൻ വരുന്നത് എപ്പോഴാണ്? മറ്റുള്ളവർ അല്ലെങ്കിൽ ലോകം, മറ്റു ടീച്ചേഴ്സ് പിന്നീട് അതിന്റെ മാർക്ക് ഷീറ്റ് കൊടുക്കുമ്പോഴായിരിക്കും അല്ലെ. അപ്പോഴറിയണം ഇങ്ങനെയാണ് ഞാൻ അസസ് ചെയ്തത്, എന്നെ എങ്ങനെയാണെങ്കിലും എന്റെ ടീച്ചർമാരോ അല്ലെങ്കിൽ മറ്റു ലോകം എന്നെ അസസ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. സോ എന്റെ പെർഫോമൻസ് എവിടെ നിൽക്കുന്നു എന്ന് കുട്ടിക്ക് സ്വന്തമായിട്ട് മനസ്സിലാവണം. ആൻഡ് സപ്ലിമെന്റ്സ്, തീർച്ചയായിട്ടും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത്തരം ഡെഫിഷ്യൻസീസിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സപ്ലിമെന്റേഷൻ തീർച്ചയായിട്ടും ഗുണം ചെയ്യും. ആക്ച്വലി നേരത്തെ ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നമുക്ക് ക്രേവിങ്സ് ഉണ്ടാവുന്നതിനെ പറ്റി. ക്രേവിങ്സ് പലപ്പോഴും ആഡിക്വേറ്റ് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കൊണ്ടായിരിക്കും. ശരിയായ രീതിയിൽ ന്യൂട്രീഷൻ, പെർട്ടിക്കുലർലി പ്രോട്ടീനും അല്ലെങ്കിൽ അയണും പോലെയുള്ള മിനറൽസിന്റെ ഒക്കെ അളവ് കുറയുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ക്രേവിങ്സ് ഉണ്ടാവുന്നത് തന്നെ. ഒരു പെർട്ടിക്കുലർ, പ്രത്യേകിച്ച് സ്വീറ്റ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കണമെന്ന് തോന്നുന്നതൊക്കെ. സോ അത്തരം ഡെഫിഷ്യൻസീസിനെ കവർ ചെയ്യേണ്ടത് ആവശ്യമാണ്. പെർട്ടിക്കുലർലി പ്ലാന്റ് പ്രോട്ടീൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഇത് നമുക്ക് വളരെ നല്ല രീതിയിൽ കവർ ചെയ്യാൻ പറ്റും. കാൽസ്യം, മഗ്നീഷ്യം ഇതുപോലെയുള്ളതൊക്കെ നമ്മുടെ മസിൽസ്, അതുപോലെ തന്നെ നമ്മുടെ ബോൺ ഹെൽത്ത്, അതുപോലെ തന്നെ കാൽസ്യത്തിനൊക്കെ ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. എനിവേ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ബട്ട് ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ യുവർ ചൈൽഡ് വർക്ക്സ്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ആരോഗ്യത്തിനനുസരിച്ച് ഉണ്ടാവും. ഓക്കെ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ബി പോലെയുള്ള വിറ്റമിൻസും ഒക്കെ ഇവിടെ വളരെ എഫക്റ്റീവ് ആയിട്ടുണ്ടാവും. സോ ഒരു വൈറ്റമിൻ മൾട്ടിമിനറൽ ക്യാപ്സ്യൂൾസ് ഒക്കെ ഒരുപക്ഷെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എസെൻഷ്യൽ ഫാറ്റിന് വളരെ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ബ്രഹ്മി, മെമ്മറി ആയിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒമേഗയും ബ്രഹ്മിയും ഒക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ചില സപ്ലിമെന്റ്സ് ആണ്. സെക്കൻഡ് പില്ലർ, മൂവ് യുവർ ബോഡി. മൂവ് യുവർ ബോഡി എന്ന് പറയുന്നത് ഇൻഡോർ ആക്ടിവിറ്റീസ് ആവാം, ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ആവാം. ഫിസിക്കൽ ആയിട്ടുള്ള മൂവ്മെന്റും ആവാം, ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഗെയിംസും ആവാം. ശരിക്കും എന്ത് ആക്ടിവിറ്റിയിൽ നിങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾ ഇൻവോൾവ് ആവുന്നുണ്ടോ ആ ആക്ടിവിറ്റി എൻജോയ് ചെയ്യാൻ പറ്റണം. എൻജോയ് ചെയ്യുമ്പോഴാണ് ശരിക്കും അവിടെ മൂവ്മെന്റ് മെന്റലി ആൻഡ് ഫിസിക്കലി ആവുന്നത്. അല്ലെങ്കിൽ ശരീരം അവിടെ ഉണ്ടെന്നുള്ളൂ. പലപ്പോഴും ക്ലാസ് റൂമിൽ ഇരിക്കുന്നത് പോലെയുള്ള ഒരു മൂവ്മെന്റിനെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പലപ്പോഴും കുട്ടി അവിടെ ഇരിക്കുന്നുണ്ടാവും, പക്ഷെ മനസ്സ് വേറെ എവിടെയോ പോയി കറങ്ങി നടക്കുന്നുണ്ടാവും. എല്ലാ മൂവ്മെന്റ്സും എക്സസൈസ് ആണ്. സോ ഫിസിക്കലി എക്സസൈസ് ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു രീതിയും ടോട്ടലി എക്സസൈസുകൾ ഒഴിവാക്കേണ്ട രീതിയും രണ്ടും തെറ്റാണ്. സോ മൂവ്മെന്റ് എന്ന് പറയുന്നതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാം. സോ ഇവിടെ ഉണ്ടാവേണ്ട ചില പെർസ്പെക്റ്റീവ്സ്. ഒന്ന്, ഇൻവോൾവ് ഇൻ പ്ലേ. പലതരത്തിലുള്ള ഗെയിംസ്, ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യാം. ഇൻഡോർ ആവാം, ഔട്ട്ഡോർ ആവാം. അതുപോലെ തന്നെ ഇന്റലക്ച്വൽ ആൻഡ് ഫിസിക്കൽ ഗെയിംസ് ഇൻവോൾവ് ചെയ്യാം. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കുട്ടികളിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വീട്ടിലത്തെ ഒരു ആക്ടിവിറ്റിയിൽ തന്നെ കുട്ടിയെ കൊണ്ട് ഹെൽപ്പ് ചോദിക്കാം, കുട്ടിയോട് നന്ദി പറയാം. കുട്ടി ചെയ്യേണ്ട ഒരു ജോലിയല്ല, കുട്ടിയെ കൊണ്ട് ചെയ്യിക്കുന്നതിൽ നിങ്ങൾ ഒട്ടും മടിക്കുകയും വേണ്ട. ആസ് എ പാരന്റ് കുട്ടികളോട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പറയുമ്പോൾ കുട്ടികൾക്കും സന്തോഷമാവും. അവിടെ ഒരു ജോബ് കുട്ടി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ആ കംപ്ലീഷന് ശേഷമുള്ള ഒരു സന്തോഷം ഉണ്ടാവും അല്ലെ. ഇതേ സന്തോഷം ഹാപ്പി ഹോർമോൺസിന് കാരണമാണ്, ഡോപ്പമൈൻ. സോ ഇത്തരം ഹാപ്പി ഹോർമോൺസ് എഗെയിൻ നെക്സ്റ്റ് ഡേ പെർഫോമൻസിന് തീർച്ചയായിട്ടും ഗുണം ചെയ്യുക. പക്ഷെ നിർബന്ധിച്ച് പണിയെടുപ്പിക്കരുത്. കുട്ടി ആസ് എ ചൈൽഡ്, നിങ്ങളിപ്പോ ഇരിക്കുന്നത് അല്ലെങ്കിൽ യൂട്യൂബിൽ കാണുന്നത് ഒരു കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും
പാരന്റ്സിനോട് ചോദിക്കുക, ഇവിടെ ഞാൻ എന്താ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ചെറിയ ചെറിയ പണികൾ പറയും. അത് ഈവൻ കുക്കിംഗ് ആവാം, കുക്കിംഗ് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ എനിത്തിങ്. ഓക്കെ, സോ മൂവ്മെന്റ് ഈസ് റിക്വയർഡ്. ആൻഡ് ഇത് എന്താണ് പ്രധാനമായിട്ട് നമുക്ക് ചെയ്യുന്ന ഒരു ഹെൽപ്പ്? സിറ്റിംഗ് ഫോർ ലോങ് അവേഴ്സ് അവിടെ ഇല്ല. നമ്മൾ എന്തെങ്കിലും ചെറിയ പണി ചെയ്യാൻ വേണ്ടിയിട്ട് എഴുന്നേക്കും. ബട്ട് ഇവിടെ നമുക്കങ്ങനെ 30 to 40 മിനിറ്റ്സ് ഇരിക്കുന്നുണ്ടെങ്കിൽ 30 to 40 മിനിറ്റ്സ് അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് ഒട്ടും വ്യതിചലിക്കാതെ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ അല്ലെങ്കിൽ പഠനത്തിൽ ശ്രദ്ധിക്കണം. ഓക്കെ, റെസ്റ്റ് ആൻഡ് സ്ലീപ്പ് മൂന്നാമത്തെ പില്ലർ. നോർമലി പലരും ഈ കിടപ്പുമുറി തന്നെയാണ് സ്റ്റഡി റൂം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ്. റൂമിന്റെ എണ്ണമൊക്കെ കുറവായതുകൊണ്ടായിരിക്കാം. പക്ഷെ കിടക്കയും നമ്മുടെ പഠനവും തമ്മിൽ ഒരിക്കലും കമ്പൈൻ ചെയ്യാതിരിക്കാൻ നോക്കുക. അതുപോലെ തന്നെ സ്ക്രീൻ ടൈം, ഇപ്പോൾ പലതും മൊബൈൽ വഴിയാണ് നമ്മളെ പഠനങ്ങളൊക്കെ നടക്കുന്നത്. അത് PDF ആയിക്കോട്ടെ, അല്ലെങ്കിൽ PPT ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഓഡിയോ വീഡിയോ പല രീതിയിലുള്ള, ഇപ്പം എന്താ ഓവർനൈറ്റ് ക്ലാസ്സസ് ഒക്കെ പല യൂട്യൂബേഴ്സും നടത്തുന്നുണ്ട്. രാത്രി മുഴുവനും 4 മണി വരെ 5 മണി വരെയും അല്ലെങ്കിൽ 12 മണി വരെ സെഷൻ നടന്നു. അതിനുശേഷം ലൈവ് സെഷൻസ് ആണ്. കുട്ടികൾക്കും മോശം, ആ യൂട്യൂബറിനും മോശം. പക്ഷെ യൂട്യൂബറിന് ഫൈനാൻഷ്യലി എങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവും. ഐ ഡോണ്ട് നോ, കുട്ടികളെ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യണം എന്നില്ല. ആ ലാസ്റ്റ് മൊമെന്റിൽ ഒരുപാട് കാര്യങ്ങൾ കുട്ടികളുടെ തലയിലേക്ക് അങ്ങനെ അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ ഒരു എക്സാമിന് കുട്ടിക്ക് പെർഫോം ചെയ്യാൻ പറ്റും. പക്ഷെ ബേസിക്കലി ആ ഒരു കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ടാവില്ല. അങ്ങനെ മനസ്സിലാക്കാത്തത് ക്യാരി ഓൺ ആവില്ല. മുന്നോട്ട് നമ്മുടെ അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ട് അത് ക്യാരി ഓൺ ആവില്ല. അങ്ങനെ ചെയ്യുന്ന പഠനങ്ങളോട് എത്രമാത്രം നമുക്ക് യോജിക്കാൻ പറ്റും? സ്ക്രീൻ ടൈം കുറക്കുക. അതുകൊണ്ട് തന്നെ സ്ക്രീൻ ടൈമിന് ഒരു കൃത്യസമയം കൊടുക്കുക. പറ്റുന്നതും പുസ്തകം നോക്കിയിട്ട് തന്നെ വായിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തുന്നതായിരിക്കും നല്ലത്. ഓൾറെഡി ഞാൻ പറഞ്ഞു, നമ്മുടെ കിടക്കയും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസും മാറ്റിവെക്കുന്നതാണ് നല്ലത്. രണ്ടും ഒരുമിച്ച്, അല്ലെങ്കിൽ കിടന്ന് പഠിക്കുക എന്നൊക്കെ പറയുന്ന ശീലം. ഈവൻ പോസ്റ്റർ കഴിഞ്ഞ ദിവസം എടുത്തിരുന്ന സെഷനിലുണ്ടായിരുന്നു. മൂവ്മെന്റ് നമ്മുടെ പോസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. സോ കിടന്നിട്ടൊക്കെ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലൊക്കെ അത് വളരെ മോശം രീതിയിലേക്ക് എത്തും. ബെഡ്റൂം എൻവയോൺമെന്റ് എത്രത്തോളം നന്നാക്കിയിരിക്കാൻ പറ്റുമോ, അതുപോലെ തന്നെ എത്രത്തോളം ഹൈജീനിക് ആക്കി വെക്കാൻ പറ്റുമോ, നമുക്ക് ആ കിടപ്പുമുറിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം തോന്നണം. അങ്ങനെ ഒരു ഉറക്കം നമുക്ക് റിഫ്രഷിംഗ് ഫീലിംഗ് ആണ് എപ്പോഴും തരിക. സോ ഇവിടെ ഉണ്ടാവേണ്ട ചില പെർസ്പെക്റ്റീവ്സ് എന്തൊക്കെയാണ്? നോർമലി ഒത്തിരി നേരം നമ്മൾ ഇരുന്നിട്ട് വായിക്കുക എന്ന് പറഞ്ഞത് തന്നെ നമുക്ക് ഒരു ടയർഡ്നെസ് ആണ് തരിക. സോ ഒരു 30 to 40 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഒന്ന് റിഫ്രഷ് ആയി മേ ബി ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുത്ത് വീണ്ടും പഠിക്കാൻ തുടങ്ങാം. ഇനി എത്ര ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് എന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ അത് തന്നെ ഒരു പക്ഷേ നമുക്ക് ഇനാക്ടിവിറ്റി സ്റ്റേജിലേക്ക് പോകും. നമുക്ക് ഇനി പഠിക്കണം എന്നുള്ള തോന്നൽ ഇല്ലാണ്ടാവും, അല്ലെങ്കിൽ നമുക്കൊരു ഫിയർ തുടങ്ങും. സോ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്നല്ല, അതിനൊരു കറക്റ്റ് ആയിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ട് സമീപിക്കുക എന്നുള്ളതാണ് വേണ്ടത്. സോ ഈ ഒരു 30 to 40 മിനിറ്റ്സിലുള്ള ബ്രേക്ക് തീർച്ചയായിട്ടും നമ്മളെ വളരെ നല്ല രീതിയിൽ റീഫ്രഷ് ചെയ്യുന്നുണ്ടാവും. അതിനോടൊപ്പം തന്നെ ഒരു 7 to 8 hours സ്ലീപ്പ്, ഉറക്കം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പിക്കുക. അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് തന്നെ ഷെഡ്യൂൾ എടുക്കാം. ബട്ട് നൈറ്റ് സ്ലീപ്പ് ആണ് എപ്പോഴും നല്ലത്. മേ ബി ഒരു 10:30 അല്ലെങ്കിൽ 11 o'clock വരെയൊക്കെ പഠിച്ചിട്ട് എഗെയിൻ 6 o'clock എഴുന്നേക്കുന്ന രീതിയോ, അല്ലെങ്കിൽ ഒരു 10 മണിക്ക് കിടന്നിട്ട് രാവിലെ 4 മണിക്കോ 4:30ക്കോ എഴുന്നേക്കുന്ന രീതിയോ ഒക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഓക്കെ, മെഡിറ്റേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു 1/2 hour ഡീപ്പ് മെഡിറ്റേഷനിലേക്ക് പോവുകയാണെങ്കിൽ, കുട്ടികൾ ആ ഒരു സ്റ്റേജിലേക്ക് പോകുന്നുണ്ടാവില്ല, ബട്ട് ഒരു 30 മിനിറ്റ്സ് ഡീപ്പ് മെഡിറ്റേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു 1 to 2 hours സ്ലീപ്പിനുള്ള സമയം കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അത്രയും എഫക്റ്റീവ്നെസ് തരുന്നുണ്ടാവും. അങ്ങനെ ഒരു എഫക്റ്റീവ്നെസ്സിലേക്ക് നമുക്ക് നമ്മുടെ ശരീരത്തിനെ കൊണ്ടെത്തിക്കാൻ പറ്റണം. ഇവിടെ രാത്രികാല ഭക്ഷണത്തിന്റെയാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഉറക്കം നന്നാവുക എപ്പോഴും രാത്രിയിൽ ഒരു അരവയർ ആയിട്ട് തന്നെ ഇരിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പാല് പോലെയുള്ള കാര്യങ്ങളും തീർച്ചയായിട്ടും ബെറ്റർ ആണ്. ബട്ട് രാത്രിയിൽ 8 മണിക്ക് ഭക്ഷണം കഴിച്ച് 10 മണിക്ക് പാല് കുടിക്കുക എന്ന് പറയുന്നതിനോട് അത് ഒരു നല്ല രീതിയല്ല. അവിടെ നമ്മുടെ ബോഡിക്ക് വേണ്ട റെസ്റ്റ് കിട്ടുന്നില്ല. ഒരുപക്ഷെ നമ്മൾ ഉറങ്ങുകയാണെന്ന് തോന്നുന്നുണ്ടാവും, നമ്മുടെ ശരീരത്തിന് വേണ്ടത്ര റെസ്റ്റ് കിട്ടുന്നുണ്ടാവില്ല. കാരണം ഈ ഭക്ഷണം ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ശരീരം കിടന്ന് പണിയെടുക്കുക.
പിറ്റേന്ന് രാവിലെ ഫ്രഷ് ആയിട്ട് എഴുന്നേക്കാൻ പറ്റുമോ? ഇല്ല. ഉറക്കം മതിയായില്ല എന്ന് തോന്നും. സോ അങ്ങനെയുള്ള ഒരു കാര്യം ഇവിടെ നമുക്ക് ആഹാരവും ഉറക്കമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഫോർത്ത് പില്ലർ എന്ന് പറയുന്നത് പോസിറ്റീവ് മൈൻഡ് സെറ്റ്. സോ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ പല രീതിയിലുള്ള, പ്രത്യേകിച്ച് മെമ്മറി, അതുപോലെ തന്നെ ലോജിക് ആൻഡ് റീസണിങ്, ഡിസിഷൻ മേക്കിംഗ്, ഇങ്ങനെയൊക്കെയുള്ള എക്സാമുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളെ സ്വാധീനിക്കുന്നതാണ്, അല്ലെ? അങ്ങനെയാണെങ്കിൽ ടോട്ടലി നമ്മുടെ ഒരു ജീവിതമായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് അത് ബെറ്റർ ആവുന്നുണ്ടാവും, അതൊരു ഹാപ്പി ഫീലിംഗ് തരുന്നുണ്ടാവും. ആൻഡ് ആഫ്റ്റർ ഓൾ നമ്മുടെ ബ്രെയിനകത്തുള്ള പലതരത്തിലുള്ള ചക്രങ്ങൾ ഇറ്റ് വിൽ വർക്ക് നോർമൽ, വളരെ നല്ല രീതിയിൽ അത് പ്രവർത്തിക്കാൻ തുടങ്ങുന്നുണ്ടാവും. സോ ഓട്ടോമാറ്റിക്കലി ഇതൊരു വൺ ടൈം പെർഫോമൻസ് ആയിട്ട് ഒരിക്കലും കാണരുത് ഒരു എക്സാം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന പല സ്റ്റേജസ് അല്ലെങ്കിൽ പല ഇവന്റ്സിന്റെയും ഒരു തുടക്കം മാത്രമായിട്ട് ഒരു എക്സാമിനെ കണ്ടാൽ മതി. ആൻഡ് ദ ബെസ്റ്റ് തിങ് ഈസ് യു ആർ ഗോയിങ് ടു പെർഫോം ദിസ്. ഈ ഒരു എക്സാം നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പോവാണ്. അങ്ങനെ ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് എവറി ഡേ റിഫ്രഷ് ആയിട്ട് എഴുന്നേക്കുക. ആ ഒരു റിഫ്രഷ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു തോട്ട് നിങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ കുളിക്കുന്നത് എന്തിനാ? മൊത്തം ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്, അല്ലെ? അങ്ങനെ ഒരു കുളിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു തോട്ട് തന്നെ. ഇത് വലിയ ആൾക്കാർ ഓഫീസിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് പോകുമ്പോഴോ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല. എവറി ഡേ ഇറ്റ് ഹാസ് ടു ഹാപ്പൻ ഫ്രം വിത്തിൻ. നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം വരണം. ഓക്കെ, പോസിറ്റീവ് സ്റ്റോറീസ്. ഈ ഒരു എക്സാം ടൈമിൽ പോലും പോസിറ്റീവ് സ്റ്റോറീസ് വായിക്കാൻ സമയമെടുക്കാം. കാരണം വായനയെ അത് പ്രൊമോട്ട് ചെയ്യും, നമ്മുടെ ലാംഗ്വേജ് സ്കിൽസിനെ അത് പ്രൊമോട്ട് ചെയ്യും. നമുക്ക് എത്രമാത്രം ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ, ക്വസ്റ്റ്യൻസ് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും, അതിനൊക്കെ അത് എഫക്ട് ചെയ്യും. പോസിറ്റീവ് വീഡിയോസ് കാണാം, എല്ലാം കുറച്ച് സമയത്തേക്കാട്ടോ, 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെയാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാതെ ഫുൾ അതിൽ തന്നെ ഇരുന്ന് ഒരു യൂട്യൂബിൽ ഒരു പോസിറ്റീവ് വീഡിയോ കണ്ടു അത് 1 മണിക്കൂർ ഉണ്ടായിരുന്നു, നോ. ഓക്കെ, ഇറ്റ്സ് യുവർ ടൈം. സേ നോ ടു റീൽസ് അറ്റ്ലീസ്റ്റ് ഫോർ നെക്സ്റ്റ് 2 months. ഈ റീൽസ് സാധാരണഗതിയിൽ ഒരുപക്ഷെ നമുക്ക് തോന്നുന്നുണ്ടാവും, ഇത് വളരെ നന്നായിട്ടുണ്ടല്ലോ, എനിക്ക് പെട്ടെന്ന് മനസ്സൊന്ന് റീഫ്രഷ് ചെയ്യാൻ പറ്റിയെന്ന്. പക്ഷേ ആ 30 സെക്കൻഡോ അല്ലെങ്കിൽ 15 സെക്കൻഡോ ഉള്ള വീഡിയോ റീലിനകത്ത് നിന്ന് നമുക്ക് ഒരു പക്ഷെ കിട്ടുന്നത് പലതരത്തിലുള്ള, ഇന്നത്തെ കോമഡി ഒന്നും നമുക്ക് ഒരുപാട് അങ്ങ് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നതോ നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നതോ ഒന്നും അല്ല. അപ്പൊ അത് നമ്മളെ സംബന്ധിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്. ആസ് എ ചൈൽഡ് നിങ്ങളാണെങ്കിൽ പോലും ഈ ഒരു റീൽ വളരെ ചെറിയ വൈബ്രേഷൻസ് മാത്രമേ ബ്രെയിനിൽ കൊടുക്കുള്ളൂ. ഒരു വലിയ രീതിയിലുള്ള മാറ്റം നിങ്ങളുടെ ബ്രെയിനിൽ കൊണ്ടുവരുന്നില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഈ 30 സെക്കൻഡ് പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വരുന്ന 1 മണിക്കൂറോ 2 മണിക്കൂറോ അല്ലെങ്കിൽ 30 മിനിറ്റ്സോ പഠിക്കാനുള്ള ഒരു ടോപ്പിക്, ഒരു കണ്ടന്റ് നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു രീതിയിൽ കയറുന്നില്ല. അപ്പൊ അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് 2 months എങ്കിലും ഈ റീൽസ് ഒന്ന് ഒഴിവാക്കിയിട്ട് പൂർണ്ണമായിട്ടും ലെങ്തി വീഡിയോസ് കാണുന്ന 2 മിനിറ്റോ 4 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെയുള്ള വീഡിയോസ് കാണുന്ന രീതിയിലേക്കും, അതുപോലെ തന്നെ സ്റ്റഡി ബേസ് ആയിട്ടുള്ളതിന് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഒന്ന് പുറത്തിറങ്ങി നടക്കും. അത് നോർമലി പറയാറുണ്ട്, നമ്മുടെ സൂര്യപ്രകാശത്തിന് നമ്മുടെ ഉള്ളിലേക്ക് പ്ലസന്റ്നെസ് കൊണ്ടുവരാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ സൂര്യപ്രകാശം നമ്മുടെ കണ്ണുകളെ സംബന്ധിച്ചും വളരെ നല്ലതാണ്. സോ വിഷൻ പ്രോബ്ലം, ആദ്യം പറഞ്ഞ ചാലഞ്ചസിൽ ഒരു വിഷൻ പ്രോബ്ലം വരുന്നത് തന്നെ പലപ്പോഴും നമ്മുടെ സ്ക്രീൻ ടൈം കൂടുന്നതുകൊണ്ടും സൂര്യപ്രകാശത്തിലേക്ക് പോകുന്നത് കുറയുന്നതുകൊണ്ടാണ്. സോ വീട്ടിനകത്ത് നമുക്ക് സൂര്യപ്രകാശം ഉപയോഗിച്ചിട്ട് ട്യൂബ് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് എപ്പോഴൊക്കെ വായന സാധിക്കുമോ അപ്പോഴൊക്കെ ട്യൂബ് ലൈറ്റ് ഓഫ് ചെയ്യാം. അതാണ് ബെറ്റർ ഉണ്ടാവുക. അതുപോലെ തന്നെ നല്ലൊരു ഹൈജീൻ നിങ്ങളുടെ സ്വന്തം ശരീരത്തിനെയും റൂമിനെയും സംബന്ധിച്ച് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമാണ്. നോർമലി പറയാറുണ്ട് പ്രാക്ടീസ് മേക്സ് യു പെർഫെക്റ്റ്. അത് തെറ്റാണ്. പ്രാക്ടീസ് ഒരിക്കലും ഒരു പെർഫെക്റ്റ് രീതിയിലേക്ക് ഒരാളെ കൊണ്ടുപോകുന്നില്ല. പെർഫെക്റ്റ് പ്രാക്ടീസ് മേക്സ് യു പെർഫെക്റ്റ്. സോ നിങ്ങൾ ശരിയായ രീതിയിൽ അത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ അതിൽ നിന്ന് റിസൾട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടുക.
ശരിയായത് കിട്ടണമെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങണം. ഇവിടെ ഈ പെർഫെക്റ്റ്നെസ് അല്ലെങ്കിൽ ഇവിടെ ഈ കറക്റ്റ്നെസ് ആരാ കാണിച്ചു കൊടുക്കേണ്ടത്? പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ്, അല്ലെങ്കിൽ ഒരുപക്ഷെ എന്നെ പോലെയോ നിങ്ങളെ പോലെയോ ഉള്ള ആൾക്കാര്. ഇത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇവിടെ അത്യാവശ്യമായിട്ടുള്ളത്. ഓക്കെ, സോ താങ്ക് യു ആൻഡ് ബാക്ക് ടു ക്വസ്റ്റ്യൻ. ഓക്കെ സാർ, താങ്ക് യു. തീർച്ചയായിട്ടും ആരോഗ്യം എത്രമാത്രം പ്രാധാന്യമുള്ള ഒരു വിഷയമാണെന്ന് അല്ലെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും പരീക്ഷയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളൊക്കെ കൂടുതൽ ക്രിയേറ്റീവായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. സലസലം പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. സോ സാർ പറഞ്ഞ ആ കുറച്ച് ഏരിയകൾ, പ്രത്യേകിച്ച് സ്ലീപ്പ്, നമ്മുടെ മെമ്മറി റീകൺസ്ട്രക്ഷൻ്റെ സമയം കൃത്യമായിട്ട് കൊടുക്കുക, അതുപോലെ തന്നെ മൂവ്മെന്റ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞു, റീൽസ് എങ്ങനെ അത് കുറയ്ക്കാം. അതിൻ്റെ തീർച്ചയായിട്ടും കണ്ടോളൂ, കുഴപ്പമില്ല. പക്ഷെ അതിന് കുറച്ച് കാലത്തേക്ക് ഒരു വിട കൊടുക്കണം. കാരണം അത്രമാത്രം ഒരു ചേഞ്ചാണ് ഇന്ന് ആനുകാലിക ലോകത്ത് അത് ഉണ്ടാക്കുന്ന വിടവ് എന്നുള്ളതാണ് അത് കൃത്യമായിട്ട് പറയുന്നത്. സോ താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും ആരോഗ്യം വളരെ പ്രാധാന്യമാണ്. സത്യത്തിൽ പരീക്ഷാ സമയം വരുമ്പോൾ ആരോഗ്യമൊക്കെ വിട്ട് വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, ആകെ ടെൻഷനാണ്. ഇങ്ങനെ തല മാത്രം ഉപയോഗിക്കുന്ന ഒരു രീതിയിലേക്ക് അറിയാതെ മാറുന്ന ഒരു പുതിയ തലമുറയാണ് ഇവിടെ. എനിക്കൊന്ന് ആര്യ എന്ന് പറഞ്ഞൊരു കുഞ്ഞുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ കാണുന്നില്ല എന്ന് തോന്നുന്നു, പോയി. ഓക്കെ, സോ നമുക്ക് തീർച്ചയായിട്ടും ഡിസ്കഷനിലേക്ക് പോകാം. അല്ലേ സാർ, സ്റ്റാർട്ട് ചെയ്യും. സാർ, വളരെ സിമ്പിൾ ആയിട്ട് വലിയൊരു കാര്യമാണ് സാർ പറഞ്ഞത്. ആരോഗ്യസ്ഥിതി നല്ലതാണ്, ഓക്കെ. നമ്മൾ സാധാരണ പറയുന്നൊരു കുഴപ്പമൊന്നുമില്ല, അവന് കുഴപ്പമൊന്നുമില്ല, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇന്നലെ കുറച്ച് ചുമയുണ്ടായിരുന്നു, കുട്ടിക്ക് കുഴപ്പമില്ല, പക്ഷെ ഇന്നലെ കുറച്ച് ചുമയുണ്ടായിരുന്നു, 2 ദിവസം മുമ്പ് പനിയുണ്ടായിരുന്നു. ഇതൊക്കെ പറയുകയും അങ്ങനെയുള്ള കുട്ടിയെ പഠനത്തിന് നിർബന്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരവസ്ഥയുണ്ട്. ചുമച്ചോ കുഴപ്പമില്ല, പക്ഷെ പഠിക്കണം, നീ ഇന്ന് പഠിച്ചേ പറ്റൂ. മാതാപിതാക്കൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ടെൻഷൻ വളരെ കൂടുതലാണ് പഠനത്തിന്റെ കാര്യത്തിൽ. എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കുട്ടിയുണ്ട്. ആഹാരം കുട്ടിക്ക് വിശക്കുന്നത് 7 മണിക്കാണ്, 7:30-ക്കാണ്, രാത്രിയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. നീ ഇന്ന പാഠം ഇതുവരെ പഠിച്ചാൽ മാത്രമേ നിനക്ക് ആഹാരം തരുള്ളൂ, അല്ലെ നീ ഒന്ന് പട്ടിണിയാണ്. എൻ്റെ കേൾവിക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ആ കുട്ടി എന്ത് പഠിക്കും? ഞാൻ പട്ടിണിയാണെന്ന വികാരമാണ് ആ കുട്ടിക്ക് മുന്നിൽ വരും. അതിന് വിപരീതമായിട്ട് സാർ ഒരു കാര്യം പറഞ്ഞു, 8 മണി, ദാറ്റ് ഈസ് ദ എൻഡ്. 8 മണിക്ക് ശേഷം ആഹാരം കഴിക്കാൻ പോകണ്ട, അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. അപ്പോൾ വീട്ടിലുള്ളവരുടെ സഹായം കുട്ടികൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കൃത്യസമയം അത് പ്രാക്ടീസാണ്. പെർഫെക്റ്റ് ആയിട്ടൊരു പ്രാക്ടീസ് ആയാൽ ആ കുട്ടി 7:30 കഴിയുമ്പോഴേക്കും അമ്മ എനിക്ക് ഫുഡ് ആവശ്യപ്പെടും. ഇന്ന് പലപ്പോഴും വൈകുന്നേരങ്ങളിൽ പുറത്തു പോയി പെട്ടിക്കടയിൽ നിന്ന് 4 വടയും ഒരു എന്തെങ്കിലും കഴിച്ചു വരുന്ന കുട്ടി 8 മണിക്ക് ആഹാരം കഴിക്കില്ല. അവനെ നിർബന്ധിച്ചിട്ട് കാര്യമില്ല. അപ്പം മാതാപിതാക്കളുടെ പ്രാക്ടീസാണ് കുട്ടിയെ സഹായിക്കുന്നത്. അങ്ങനെയുള്ള കുട്ടി തീർച്ചയായും പരീക്ഷാ പേടിയെക്കുറിച്ച് അവൻ ചിന്തിക്കുകയില്ല. ഞാൻ എന്തിനു പേടിക്കണം, ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന ബോധ്യം അയാൾക്കുണ്ടാവണം. ആരോഗ്യത്തെ കുറിച്ചുകൂടെ ഒന്നുകൂടെ പറഞ്ഞോട്ടെ സർ. ഫുഡിന്റെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്വസനവും ഉറക്കവും അത് വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന കുട്ടി. ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് റിലാക്സ് ചെയ്യാനുള്ള മാർഗമാണ്, റെസ്റ്റ് കിട്ടാനുള്ള മാർഗമാണ്. 24 മണിക്കൂർ പഠിച്ചുകൊണ്ടിരുന്ന ഒരാൾക്കൊന്നും ചെയ്യാൻ കഴിയും. 8 മണിക്കൂർ 7 മണിക്കൂറെങ്കിലും ഉറങ്ങാനുള്ള സൗകര്യം മാതാപിതാക്കൾ ചെയ്തു കൊടുക്കണം. സാറ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്, നമ്മുടെ ബെഡ്റൂംസ് അത് ഹൈജീനിക് ആയിരിക്കണം, നീറ്റ് ആയിരിക്കണം, ശ്വസിക്കാൻ വഴിയുള്ള വസ്തുക്കൾ ഉണ്ടാവണം. പലപ്പോഴും സ്റ്റോർ റൂമായി മാറുകയാണ് ബെഡ്റൂം. ആ കുട്ടിക്ക് ആരോഗ്യം ലഭിക്കില്ല, ഉറപ്പാണ്. അപ്പോ എന്തായാലും ഇത്രയും ഇൻഫർമേഷൻ തന്ന സനിൽ സാറിന് ഒത്തിരി നന്ദി. താങ്ക് യു സർ. താങ്ക് യു സാർ. തീർച്ചയായും അതുപോലെ തന്നെ ഇഗ്നൈറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിലൂടെ കുട്ടികൾക്ക് നല്ല ദിശാബോധം നൽകുന്ന ടോമി സാർ,
യെസ് സാർ. താങ്ക് യു. താങ്ക് യു ഫോർ കോളിംഗ് മീ. സനൽ സാറിന്റെ ക്ലാസ് ഇന്ന് ഡിഫറെന്റ് ആയിരുന്നു. സാധാരണഗതിയിൽ എക്സാം ഫിയറിനെ കുറിച്ചോ അല്ലെങ്കിൽ എക്സാമിനെ കുറിച്ചുള്ള പ്രിപ്പറേഷൻ ആയിട്ടുള്ള ക്ലാസ് ഇത്രയും ഹെൽത്ത് ബേസ് ആയിട്ട് പോകാറില്ല. സാറ് വളരെ ഡീറ്റെയിൽ ആയിട്ട് എത്രമാത്രം ഹെൽത്ത് കണ്ടീഷൻസ് ശ്രദ്ധിച്ചുകൊണ്ട് അതിലൂടെയുള്ള ഒരു എന്നാൽ മാത്രമേ പഠനം ശരിയാവുള്ളൂ എന്നുള്ള രൂപത്തിൽ സാറ് പോയിന്റ് ഔട്ട് ചെയ്ത് അത് മെന്റലി, ഫിസിക്കലി, സോഷ്യലി, കുടുംബത്തിലെ അന്തരീക്ഷം എല്ലാം കൂടി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് സാറിന് അവതരിപ്പിച്ചത്. വളരെ നന്നായി സാർ. എനിക്കും ഇത് ഉപകാരപ്രദമാകുമെന്ന് തോന്നുന്നു. സാർ ആദ്യം പറഞ്ഞു ഇവിടെ അധികം കുട്ടികളില്ല എന്ന് പറഞ്ഞു. പക്ഷെ സാർ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ഇവിടെ കാണുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നൂറുകണക്കിന് കുട്ടികളിലേക്ക് എത്തിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളവർ മുഴുവൻ. ട്രെയിനേഴ്സ് ആണ്, കൗൺസിലേഴ്സ് ആണ്, അതുപോലെ പേരൻസ് എന്നാണ് മാത്രമല്ല അതുപോലെയുള്ള ആൾക്കാരാണ്. അപ്പൊ ഇതിൽ നിന്ന് ഒത്തിരി ആൾക്കാരിലേക്ക് സാറിന്റെ ഈ സന്ദേശം പോകും എന്ന് ഞാൻ അറിയിക്കുകയാണ്. അപ്പം ഇഗ്നൈറ്റ് എന്ന് പറയുന്ന ഒരു പരിപാടി ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടെ കൊച്ചി ചാപ്റ്റർ പോസിറ്റീവ് കമ്മ്യൂണിറ്റി നേതൃത്വത്തിൽ ഞങ്ങൾ വിജയകരമായിട്ട് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ കേരളം ഒട്ടാകെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അത് വളരെ വിജയകരമായിട്ട് ഞങ്ങൾക്ക് നടത്തിക്കൊണ്ടു പോകാൻ കഴിയുന്നുണ്ട്. അതിലൊക്കെ ഈ പോയിന്റുകളൊക്കെ ഉപയോഗിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സാർ. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു സാർ. മനോജ് സാർ. മനോജ് കുമാർ എന്ന് പറയുന്ന കുട്ടി ഒന്ന് അൺമ്യൂട്ട് ചെയ്യും. സനൽ സാറേ, ശരിക്കും പറഞ്ഞാല് ഈ ഇത് ശരിക്കും കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല സാറ് പ്രിപ്പയർ ചെയ്ത്, ശരിക്കും സാറ് ഉന്നം ചെയ്തത് ഈ മാതാപിതാക്കളെ തന്നെയാണ്. കാര്യം സാറ് പറഞ്ഞ കാര്യങ്ങളും 99% പാലിക്കാത്തവരാണ്. ഞാൻ ഈ കേട്ട കാര്യങ്ങളെല്ലാം ഒന്നും പാലിക്കുന്നത്. ഉദാഹരണത്തിന് സാറേ, 8 മണിക്ക് ഭക്ഷണം കഴിക്കണമെന്ന് സാറ് ആഫ്റ്റർ 8 നോ ഫുഡ്. പക്ഷേ ഈ പേരൻസ് കഴിക്കുന്നതിന് എത്ര മണിക്കാണ് സാറേ? 10:30ക്കും 11 മണിക്കും ഒക്കെയാണ് മിക്കവാറും ഉള്ള ഒരു മെട്രോപോളിറ്റൻ സിറ്റിയിലൊക്കെ ആണെങ്കിൽ അതിലൊക്കെ കഴിയും. അപ്പൊ ഈ കുട്ടികൾ ഇതെങ്ങനെ കഴിക്കും സാർ? അപ്പൊ ആദ്യം മാറ്റം വരട്ടത്, ഇപ്പൊ ടോമി സാറൊക്കെ പറഞ്ഞ ഇത് ആദ്യം ഒരു മാറ്റം വരുത്തേണ്ടത് ഈ പറഞ്ഞ ഈ പ്രായമുള്ള ആൾക്കാരിലൊക്കെ ഇത് എത്തിച്ച് ഇവിടെ ഇരിക്കുന്നവരിൽ എല്ലാവരും ടീച്ചേഴ്സ് ഉണ്ട്, ഈ പറഞ്ഞ പോലെ കൗൺസിലേഴ്സും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ നമ്മുടെ ഈ ബിഹേവിയർ ചേഞ്ചസ് ഒക്കെ ആദ്യം വീട്ടിൽ തന്നെയല്ല തുടങ്ങിയെങ്കിലേ കുട്ടികളിൽ ഇതിൽ എത്തുള്ളൂ. സാറ് പറഞ്ഞ 4 പില്ലറുകളെ ബേസ് ചെയ്ത് പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ സാറേ ഇത് അടിയന്തരമായിട്ട് നടപ്പിലാക്കേണ്ട, ഇത് പലയിടത്തും ഇല്ല. ഇപ്പൊ എൻ്റെ വീട്ടിലടക്കം വേണമെങ്കിൽ പറയാം, ഇതൊന്നും അല്ല പ്രാക്ടീസ്. ടോട്ടലി ഈ ജീവിതം മാറിയപ്പോൾ ഈ കുട്ടികളെയൊക്കെയും നമ്മൾ എപ്പോഴും കുറ്റം പറയുന്നത് ഈ പാവം പിടിച്ച പിള്ളേരെയാണ്. എല്ലാം ന്യൂ ജെൻ എന്നൊക്കെ പറഞ്ഞ് അവരെ കളിയാക്കി. അപ്പൊ എപ്പോഴും അതാണ് സാറേ പ്രശ്നം. ഇപ്പൊ സാറ് പറഞ്ഞൊരു ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും ചിലപ്പം നമ്മൾ പോകാറില്ല. ഈ കുറ്റപ്പെടുത്താനായിട്ട് മാത്രമായി മാതാപിതാക്കൾ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഉള്ളത് പലപ്പോഴും എനിക്ക് തോന്നുന്നില്ല. എല്ലാത്തിനും തൊട്ടൊരു പിടിച്ചു വെക്കും. ഈ പിള്ളേരുടെ ഒരു പ്രശ്നങ്ങൾ അറിയുമോ? ഈ ഭക്ഷണ കാര്യങ്ങളൊക്കെ സാറെ പറഞ്ഞത് എന്തോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സാറ് ശരിക്കും പറഞ്ഞ ഭക്ഷണത്തിനും നമ്മുടെ ഈ പരീക്ഷയുമായിട്ട് സാർ ഈ ബന്ധപ്പെടുത്തി പറഞ്ഞ കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഇതാണ് വേണ്ടത്. ഇവിടെയാണ് ഈ ചേഞ്ച് കൊണ്ടുവരേണ്ടതെന്നാണ് എനിക്ക് തോന്നിയത് സാറേ. കാര്യം പലപ്പോഴും ഇതൊന്നും അല്ല നടക്കുന്നത്. ഈ പറഞ്ഞ പിള്ളേർക്ക് ഇപ്പോഴും ഭക്ഷണം കഴിക്കാൻ സമയമെങ്കിലും വാരി കൊടുക്കുന്ന അമ്മമാർ പോലും ഉണ്ട്. തന്നെ കഴിക്കാൻ അറിയാൻ വയ്യാത്ത 12ാം ക്ലാസ്സിലുള്ള പിള്ളേരുള്ള സമയമാണ്. അപ്പം ഇതിൻ്റെ എല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മൾ മാറിയെങ്കിലേ നമ്മുടെ കൂടെ ജീവിക്കുന്നവർ മാറുക എന്നുള്ളൊരു വലിയ ഒരു പോയിന്റാണ് സാർ പറഞ്ഞത്. ഒരുപാട് കാര്യങ്ങൾ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് എത്തേണ്ടത്. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ പരീക്ഷയുടെ സമയമൊക്കെ വരുന്നു. ഇത് അടിയന്തരമായിട്ട് ഈ കുട്ടികളിലൊക്കെ എത്തി അവരെ അതിന് വെച്ചുള്ള ഒരു ബോധവൽക്കരണം. സാർ പറഞ്ഞ മെഡിറ്റേഷൻ, ഈ മെഡിറ്റേഷനൊക്കെ എത്ര കുട്ടികൾ ചെയ്യുന്നുണ്ട് സാർ? ഐ ഡോണ്ട് നോ. ഞാൻ ഈ പറഞ്ഞ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ടെന്നും ഞാൻ കരുതുന്നില്ല. കാര്യം അവരെ അല്ല കുറ്റപ്പെടുത്തേണ്ടത്. കാര്യം അവരെ ഒന്ന് പിടിച്ചിരുത്തുക, അല്ലെങ്കിൽ അവർക്ക് എൻ്റെ സാറ് ഒരു കാര്യം ലാസ്റ്റിൽ പറഞ്ഞാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എല്ലാവരും പറയുന്നതാണ് പ്രാക്ടീസ് മേക്ക് പെർഫെക്ഷൻ എന്ന് പറഞ്ഞ്. സാറ് പറഞ്ഞ അതാണ്, പെർഫെക്റ്റ് പ്രാക്ടീസ് ആണ് വേണ്ടത്. ആ പെർഫെക്റ്റ് പ്രാക്ടീസുകൾ ഒന്നുപോലും നമ്മൾ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇത് എങ്ങനെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ഇതിന്റെ ഇംപ്ലിമെന്റേഷനാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഇത് സ്കൂളുകളിലൊക്കെ തന്നെ പോയി ഇപ്പൊ സനിൽ സാറിനെ പോലോ അല്ലെങ്കിൽ നമ്മുടെ ടോമി സാറൊക്കെ ഇതുപോലെ ഒരുപാട് ഉള്ളവരെ സ്കൂളുകളിലൊക്കെ പോയി ഇതൊന്ന് പ്രചരിപ്പിച്ചാൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം
ഈ എന്താണ് PTA പേരൻസിൻ്റെ ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ ഇടയിലൊക്കെ ഒരു വലിയ പ്രവർത്തനം നടത്തിയാൽ നമ്മുടെ കുട്ടികൾ രക്ഷപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവരെ സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതുപോലുള്ള ആരും പറയാത്ത കാര്യങ്ങളാണ് സാർ. ഇതിൽ കോറിലേറ്റ് ചെയ്ത് പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ അധികം പേരെ കേട്ടില്ല. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് സാർ ഇവിടെ വരച്ച് കാണിച്ചതും. അത് എല്ലാവർക്കും ഉപകാരപ്പെട്ടാണ്. ഇപ്പം നമ്മൾ കൂടെ ഇത് എത്ര പേർക്ക് എത്തിക്കാന്ന് പറയാൻ തീർച്ചയായിട്ടും എത്തിക്കും. അതിൻ്റെ ഒരു പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറയുന്നു, ഇവിടെ കുട്ടികളെ സാറിന് ഇപ്പോൾ സാബു സാറ് ഇങ്ങനെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് കൂടുതലും നമ്മൾ വലിയ ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. വളരെ കുറച്ച് കുട്ടികളെ കാണാൻ ഞാൻ തന്നെ 1-2 ഗ്രൂപ്പിലൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവരുടെ ഇനി അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണോ അതോ അവർക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണോ, ഐ ഡോണ്ട് നോ ദ റീസൺ. അപ്പോൾ അവരിലാണ് ഇത് എത്തേണ്ടത്. താങ്ക് യു വെരി മച്ച് സാർ. നല്ല ഇങ്ങനെയുള്ള അവബോധമുള്ള ക്ലാസ്സുകളൊക്കെയാണ് നമ്മുടെ നാട്ടിനെ രക്ഷിക്കാൻ പോകുന്നത്. താങ്ക് യു വെരി മച്ച് സാർ, സനൽ സാർ. അതില് ആ മെഡിറ്റേഷനെ പറ്റി ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ തോന്നുന്നു. സാധാരണഗതിയിൽ നമ്മൾ എന്ത് ആക്ടിവിറ്റി വളരെ മനസ്സ് അറിഞ്ഞ് ചെയ്യുന്നോ അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ്സോട് കൂടിയിട്ട് ചെയ്യുന്നോ ആ ഒരു ആക്ടിവിറ്റിയെ മെഡിറ്റേഷൻ എന്ന് പറയാം. നമ്മൾ കണ്ണടച്ച് ഏതെങ്കിലും ഒരു മ്യൂസിക് കേട്ടുകൊണ്ട് ഇരിക്കുന്നതോ അല്ലെങ്കിൽ കിടക്കുന്നതോ അത് മാത്രമല്ല മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു യൂണിസൺ ആണ്. നമ്മുടെ ഉള്ളിലുള്ള എല്ലാ കോശങ്ങളും ഒരേ ബ്രീത്തിങ്, നമ്മുടെ ആ ഒരു എന്താ എനർജി കൺസംഷൻ എന്നൊക്കെ പറയില്ലേ, ഒരേ എനർജി ലെവലിലേക്ക് എത്താണ് എല്ലാ കോശങ്ങളും. ആ ഒരു എനർജി നമ്മുടെ ബ്രെയിൻ വേവ്സുമായിട്ട് കൂടി കണക്ട് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഫീലിംഗ് പലപ്പോഴും ചില പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നാറില്ല. സോ എനി ആക്ടിവിറ്റി ക്യാൻ ബി ദർ. ഒരുപക്ഷെ കുട്ടി ആ വായിക്കുന്നതിൽ തന്നെ ശ്രദ്ധിക്കുന്നതാണെങ്കിൽ പോലും ഇറ്റ് ക്യാൻ ബി. ബട്ട് ആ മെഡിറ്റേഷന് ഒരു പ്യുവർ സ്ലീപ്പ് അല്ലെങ്കിൽ ഒരു 1 to 2 hours സ്ലീപ്പിനേക്കാൾ എഫക്റ്റീവ്നെസ് കൊടുക്കാം. കാരണം ശരീരത്തിന്റെ എനർജി ബാലൻസ് നടക്കുന്നുണ്ട് അവിടെ. ഇതാണ് ഞാൻ ആ ഒരു മെഡിറ്റേഷൻ അവിടെ എഴുതാനുള്ള കാരണം. കുട്ടികൾക്ക് ആ ഒരു ഏജോ അല്ലെങ്കിൽ ആ ഒരു ഒരുപക്ഷെ സമയമോ അല്ലെങ്കിൽ ഈവൻ അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ട് ഒന്നും ഉണ്ടാവണമെന്നില്ല. സോ അതുകൊണ്ട് ഇവിടെ ഒന്ന് ക്ലാരിറ്റി കൊടുത്തതാണ്. താങ്ക് യു സാർ. 100% സാർ പറഞ്ഞ വളരെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ എഫക്റ്റ് ഒരുപക്ഷെ ആ കുട്ടി ഇപ്പോൾ 2 മണിക്കൂർ പഠിക്കുന്നത് 4 മണിക്കൂർ പഠിക്കുന്നതിനേക്കാളും ഇതായിരിക്കും. ഇങ്ങനെ ഫോക്കസ് ആണല്ലോ സാറ് പറയും, ഇതിൽ കൂടെ ഒക്കെ കിട്ടുന്ന ഫോക്കസ്, അറ്റൻഷന്, നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റീസ് എല്ലാം വളരെ ഈ പറഞ്ഞ എല്ലാ ഹോർമോൺസും ഒക്കെ വന്ന് കൊടുത്ത് നമ്മുടെ ബ്രെയിനെയാണ് ഇതെല്ലാം നമ്മുടെ ന്യൂറോൺസിനെയൊക്കെ ബലപ്പെടുത്തി. 100% സാർ ഇത് എഗ്രി വിത്ത് യു. സാറ് പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും എഗ്രി ചെയ്തുകൊണ്ട് താങ്ക് യു സാർ. താങ്ക് യു. 2 സ്കൂളിന്റെ മാനേജറായിട്ടുള്ള ഡോക്ടർ ശുദ്ധോദനൻ ഡോക്ടർ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയൂ. സർ, ഞാൻ അത് ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു. സർ അവതരിപ്പിച്ചത് ഒരു ലോങ് ടൈം ടാക്ടിക്സ് ആണ്. നമുക്ക് മാർച്ചിൽ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ആൾ ദ സഡൻ നമുക്കിങ്ങനെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടോ സർ? പാലക്കാട് നല്ല ചൂടായതുകൊണ്ട് ഞാൻ ഷർട്ട് ഇടാതെ മുറ്റത്ത് നടക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ ഓൺ ചെയ്യാത്തത്. അപ്പോൾ ഇതിൽ ഒരു ലോങ് ടൈം ടാക്ടിക്സ് ആണ് സാർ അവതരിപ്പിച്ചത്. ഇതൊരു ഐഡിയൽ ടാക്ടിക്സ് ആണ്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഞാൻ ഈ 2 CBSE സ്കൂളുകളുടെ ചുമതല വഹിക്കുന്നതുകൊണ്ട് ഈ പിള്ളേർ സംബന്ധിച്ചിടത്തോളം നമ്മളിത് ഫാമിലിയിൽ നിന്ന് കൊടുത്താൽ മാത്രമേ അത് സ്വീകരിക്കുകയുള്ളൂ. സ്കൂളിലൊരു ഓറിയൻറ്റേഷൻ ക്ലാസ് കുട്ടികൾ കേട്ടത് കൊണ്ടോ അല്ലെങ്കിൽ ഈ പേരൻസിനെ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് അക്കാഡമിക് ഇയറിൻ്റെ ആദ്യമൊക്കെ ആണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് അവർ ഇത് നോക്കും. കാരണം ഇപ്പം നമ്മുടെ ഈ ക്രാഷ് പ്രോഗ്രാംസ് ആണ്. ഈ എക്സാമിന് വേണ്ടിയിട്ട് ഈ ക്രാഷ് പരിപാടികളാണ്. ക്രാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, അതിവേഗത്തിൽ ഓടിച്ച് പരീക്ഷ ജയിപ്പിച്ചെടുക്കുക എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ ഉള്ള ഇതാകുമ്പോഴത്തേക്ക് പിന്നെ വലിയൊരു അംബിഷൻ പിള്ളേർക്ക് ഇപ്പോൾ 10ാം ക്ലാസ്സിലും +2ലും പഠിക്കുന്ന പിള്ളേരിലൊരു മൈനോറിറ്റിക്കേ ഉള്ളൂ ഈ പഠിച്ച് ജയിച്ച് നന്നാവണം. ഈ നേരത്തെ സാറ് ഒരു നല്ല പ്രിപ്പറേഷനെ പറ്റിയിട്ട് ഗംഭീരമായിട്ടൊരു സെഷൻ തന്ന പോലെ. പക്ഷെ നമ്മൾ അവഗണിച്ചു വിടുന്നത് ഈ ഭക്ഷണവും ദിനചര്യയാണ്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഈ പിള്ളേർക്ക് എന്ത് പറഞ്ഞാലും നമ്മൾ ഈ ഫുഡ് പ്ലേറ്റിലെ പച്ചക്കറിയും പഴങ്ങളും പറഞ്ഞാലും പിള്ളേർക്ക് ഇഷ്ടം പൊറോട്ടയും കുഴിമന്തിയും അതേപോലെ ഷവർമയൊക്കെയാണ്. അപ്പോൾ അത് നമ്മൾ ഈ പരീക്ഷ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അവരെ ഈ ശബരിമലയ്ക്ക് പോകുന്നവരുടെ ഒരു വ്രതം എടുക്കുന്നത് പോലെ നമ്മൾ അവരുടെ മനസ്സൊന്ന് സജ്ജമാക്കിയാൽ നന്നായിരിക്കും. ശബരിമലയ്ക്ക് പോകുന്നവർ 41 ദിവസത്തെ വ്രതം എന്ന് പറഞ്ഞാൽ പച്ചക്കറി മാത്രം കഴിച്ച് നോൺ കഴിക്കാതെ അങ്ങനെ 2 നേരം കുളിച്ചൊരുങ്ങുന്നത് പോലെ
ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ഭക്ഷണത്തിൻ്റെ ഒരു ക്രമം നമ്മൾ അവരുടെ ഈ ഒരു ദിനചര്യയുടെ ഭാഗമായിട്ട് ആ വീട്ടിലെ ഭക്ഷണം മൊത്തമായിട്ട് അങ്ങ് മാറുക എങ്കിൽ ഈ പിള്ളേർക്കും അത് സ്വീകാര്യമായിരിക്കും. വീട്ടിലെ ഭക്ഷണം അങ്ങനെയായിട്ട് സ്വാത്വിക ഭക്ഷണത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ അത് ഇങ്ങനെ നടക്കും. അപ്പോൾ വീട്ടിൽ നല്ല കരിക്കലും പൊരിക്കലും ഫ്രൈ ചെയ്യലും ഒക്കെ നടത്തുകയും പിള്ളേരോട് ബ്രെയിൻ ഫുഡ് കഴിച്ചോളൂ എന്ന് പറഞ്ഞാലൊന്നും പിള്ളേരത് കേൾക്കില്ല. അപ്പോൾ വീടൊന്നായിട്ട് ഒരുങ്ങണം. അപ്പോൾ വീട്ടിൽ ഈ ഭക്ഷണം നമ്മുടെ അമ്മയുടെ കുത്തകയായിരുന്നു, പണ്ട് കിച്ചണിനായിരുന്നു പ്രധാനമെങ്കിലും ഇപ്പോൾ ഈ ഔട്ട്സൈഡ് ഈറ്റിങ്ങും അതേപോലെ തന്നെ നമുക്കറിയാമല്ലോ ഈ വീട്ടിൽ ഫോൺ ചെയ്താൽ ഉടൻ ഭക്ഷണം എത്തുകയും ഈ ഞാൻ ഓർഡർ ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പോൾ അമേരിക്കയിലിരുന്ന മോള് ഞാൻ ഓർഡർ ചെയ്തതാണ് അമ്മയെന്ന് പറയുന്നത് പോലെയുള്ളൊരു ഇത് നാട്ടിൻപുറത്ത് വരെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനിയുള്ള ഈ ദിവസങ്ങളിൽ രക്ഷിതാക്കൾ സ്വീകരിക്കേണ്ടത് ആ വീട്ടിൽ ഒരാൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ വ്രതം നോക്കുന്നത് പോലെ കുടുംബം ഒന്നായിട്ടങ്ങ് വ്രതത്തിലാകുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഇതേ ക്രമത്തിലായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കുട്ടികളും അതിലൊരു മെൻ്റൽ സ്റ്റിമുലേഷനും ഉണ്ടാകും. എൻ്റെ വീട്ടുകാർ മുഴുവൻ എൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നു എന്നൊരു തോന്നലുണ്ടാകുമ്പോൾ സാറ് പറഞ്ഞ ഈ ബ്രെയിൻ ഫുഡും അതേപോലെ പ്രാർത്ഥനയും ഒക്കെ കുടുംബം ഒന്നായിട്ട് ചെയ്യണം. അല്ല കുട്ടിയോട് മെഡിറ്റേറ്റ് ചെയ്യൂ, കുട്ടി നീ ഭക്ഷണം കഴിക്കൂ, കുട്ടി നീ ഉറങ്ങൂ എന്ന് പറഞ്ഞ് കുട്ടി ഉറങ്ങാൻ പോവുകയും ഇവിടെ TV വെച്ചിട്ട് ഈ വേണ്ടാത്ത രാത്രിയിലുള്ള ഡയലോഗുകൾ മുഴുവൻ കേട്ടിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഒഴിവാക്കിയിട്ട് കുടുംബം ഒന്നായിട്ട് ഒരുങ്ങുക മാത്രമേ ഇനി നമുക്ക് ഈ ഫെബ്രുവരി 1-ാം തീയതി മുതൽ മാർച്ച് 31-ാം തീയതി വരെയുള്ള ഈ പരീക്ഷാ കാലത്ത് CBSE പരീക്ഷയായാലും സ്റ്റേറ്റ് സിലബസ് പരീക്ഷയായാലും എല്ലാം കുടുംബത്തിനെ ഒന്നായിട്ട് ഈ ട്രാക്കിലേക്ക് അങ്ങോട്ട് മാറ്റിയെടുക്കുക മാത്രമേ കരണീയമായിട്ടുള്ളൂ. പിള്ളേർ ഇതൊന്നും സ്വീകരിക്കില്ല. ഇപ്പോഴത്തെ പിള്ളേർ ഹൈപ്പർ ആക്റ്റീവാണ്, അവരുടെ ഹോർമോൺ ലെവൽ വളരെ കൂടുതലാണ്. ഈ ഒരു 10 വയസ്സ് മുതലേ തന്നെ അവർ പുരുഷപ്രാപ്തിയും സ്ത്രീ പ്രാപ്തിയൊക്കെ എത്തിയവരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ഹൈ വെലോസിറ്റി നമുക്ക് ചവിട്ടി പിടിക്കാൻ പ്രയാസമാണ്. പക്ഷേ കുടുംബം ഒന്നായിട്ട് ഈ ഭക്ഷണക്രമത്തിലേക്ക് മാറുകയും കുടുംബം ഒന്നായിട്ട് പ്രാർത്ഥിക്കുകയും കുടുംബം ഒന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യും കുടുംബം ഒന്നായിട്ട് തന്നെ ഭക്ഷണ ടൈം കൃത്യമാകുകയും ഒക്കെ ചെയ്യുമ്പോൾ മാത്രമേ ഇത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിലും ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ട ഒരു ഭാഗമാണ് സാർ നന്നായിട്ട് ഇത് അവതരിപ്പിച്ചത്. അത് നമുക്കൊരു കേരളത്തിലെ മാറി വരുന്ന ഭക്ഷണശീലവും ഒക്കെ ആയിട്ട് വിരുദ്ധ ഭക്ഷണം ആണ് ആളുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമുക്കറിയാമല്ലോ ഈ ചീത്ത കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കരമായിട്ട് ഉള്ള ഒരു അഭിനിവേശം ഉണ്ടാകുകയും നല്ല കാര്യം ചെയ്യുന്ന ഇത്തിരി പ്രയാസമാണ്. അപ്പോൾ ഈ രീതിയിൽ ഈ ഭക്ഷണക്രമം ദിനചര്യ തുടങ്ങിയ കാര്യങ്ങളെല്ലാം എന്തായാലും ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികളെ 2 സ്കൂളുകളിലെയും പേരൻസിനെയും കുട്ടികളെയൊക്കെ സാറിൻ്റെ ഈ ക്ലാസ് പറ്റി പറയുകയും അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. പിന്നെ നമ്മളുമൊക്കെ നന്നാവാനായിട്ട് ഇത് നല്ലതാണ്. ക്ലാസ്സൊക്കെ കേട്ടു ശരി, അത് കഴിഞ്ഞിട്ട് 10 മണി രാത്രിയിൽ ഭക്ഷണം കഴിച്ചിട്ട് 10:30 കിടന്നുറങ്ങുന്ന നമ്മുടെ ശീലമൊക്കെ മാറാൻ ഇത് നന്നായി. എന്തായാലും ഇത് ശ്രദ്ധിക്കപ്പെടാത്ത ഒന്ന്. നേരത്തെ നമ്മുടെ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലെല്ലാം തന്നെ കൊടുക്കുന്നത് ടൈം ടേബിൾ ഉണ്ടാക്കുക, കൃത്യനിഷ്ഠ പാലിക്കുക, നേരത്തെ എണീക്കുക, റിപ്പീറ്റ് ചെയ്യുക, എഴുതി വായിക്കുക, ബുള്ളറ്റ് പോയിന്റ്സ് ഉണ്ടാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എന്ത് കഴിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്നുള്ള ഒരു നിർദ്ദേശം വളരെ പ്രധാനമാണ്. കാരണം ഇത് വയറ്റിനകത്ത് കടന്ന് പ്രശ്നം ഉണ്ടാക്കാതിരിക്കുക മാത്രമല്ല ബുദ്ധിക്കും ശരീരത്തിനും ഒക്കെ നല്ല സ്വാന്തനം നൽകുന്ന ഒരു ഭക്ഷണക്രമം. അത് ഈ ഡെഫിക്കേഷനും പ്രധാനമാണ്. വിസർജനം പ്രോപ്പർ അല്ലെങ്കിൽ തന്നെ ഒരു പരീക്ഷ പൊളിയാൻ വലിയ പ്രയാസമില്ല. അതുപോലെ ഇതിൽ വെള്ളം കുടിക്കലും കൂടെ ചേർത്താൽ കുറെ കൂടെ മനോഹരമായി എന്നാണ് എൻ്റെ അഭിപ്രായം. നല്ല സെഷനായിരുന്നു, പുതുമയുണ്ടായിരുന്നു. താങ്ക് യു സാർ. താങ്ക് യു സാർ. അപ്പൊ സനൽ സാർ, തീർച്ചയായിട്ടും 2000-ലധികം കുട്ടികളിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പൊ കുട്ടികളുടെ ഒരു വലിയ അത് തന്നെയല്ലേ ഇന്ന് ഫെബ്രുവരി 1-ാം തീയതിയാണ്. 1-ാം തീയതി മുതൽ നമുക്ക് ഈ ശീലം കുട്ടികളിലേക്ക് ഉണ്ടാക്കിയെടുത്താൽ തീർച്ചയായും റിസൾട്ട് വളരെ അനുകൂലമായിരിക്കും. അപ്പൊ അതുകൊണ്ട് എല്ലാം കൊണ്ടും വളരെ സന്തോഷകരമായ ഒരു താങ്ക് യു സാർ. ഓക്കെ സാറേ, ആ പോസിറ്റീവ് മൈൻഡ് സെറ്റിന്റെ സ്ലൈഡ് ഒന്നുകൂടെ കാണിക്കാമോ? പോസിറ്റീവ് ലാസ്റ്റ് ഭാഗത്താണ്. പോസിറ്റീവ് മൈൻഡ് സെറ്റ്. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, ഇനി ആർക്കും ഷെയർ ചെയ്യാനുണ്ടോ? എനിബഡി എൽസ്? താങ്ക് യു സാർ. ഞാൻ കുറച്ചേ കേട്ടുള്ളൂ, പക്ഷെ നല്ലൊരു ക്ലാസ്. ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തിൽ ആവശ്യമുള്ള ഏറ്റവും അത്യാവശ്യമുള്ളത് അവന്റെ സന്തോഷമാണ്. അതിന്റെ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് നല്ല ആരോഗ്യം.
അപ്പൊ അതുമൂലം അവന്റെ ചിന്തകളുടെ ഗുണനിലവാരം മെച്ചപ്പെടും. പോസിറ്റീവായി ചിന്തിക്കുമ്പോൾ അവന്റെ ബോഡിയിലെ രസതന്ത്രം കൂടി ഉള്ളിൽ നിന്ന് മെച്ചപ്പെടും. ശീലങ്ങള്, ദിനചര്യകള്, അതോടൊപ്പം ഭക്ഷണ രീതി എല്ലാം കുറേശ്ശെ ക്രമപ്പെടുത്തി എടുക്കുമ്പോൾ ചില ശീലങ്ങൾ നാം ത്യജിക്കേണ്ടതുണ്ട്. എക്സാമിന് ഒരുങ്ങുമ്പോഴും പഠിപ്പിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോഴും. അപ്പൊ 1/2 മണിക്കൂർ വ്യായാമം എന്നുള്ളത് വളരെ നല്ല ശീലമാണ്. അവന് ഇഷ്ടമുള്ള കളികളോ എന്തെങ്കിലും. അപ്പോൾ ശരീരത്തിൽ കുറേയൊക്കെ ടോക്സിൻസ് ഒഴിവാക്കാനും സ്ട്രെസ് ഫ്രീ ആവാനും സുഖമായിട്ട് കഴിയും. കൂടാതെ ശുദ്ധജലം ആവശ്യത്തിന് കഴിക്കുക, അധികം ഒന്നും വിഷലിപ്തല്ലാത്ത അടുക്കള ഭക്ഷണം കഴിക്കുക, മാംസത്തിന്റെ അളവ് കുറയ്ക്കുക. അതുപോലെ ചെറു മത്സ്യങ്ങളും പച്ചക്കറികളും ഒക്കെ ഉൾപ്പെടുത്തിയാൽ വളരെ നല്ലതാണ്. കാരണം നമ്മൾ ഒമേഗ 3 ഒക്കെ മെമ്മറി ബൂസ്റ്റപ്പ് ചെയ്യാൻ വളരെ നല്ലതാണെന്ന് പറയും. അപ്പോൾ ഫാസ്റ്റ് ഫുഡുകളും വറുത്തതൊക്കെ കഴിയുന്നതും കുറയ്ക്കുക. ഒറ്റയ്ക്ക് കുറച്ച് സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് സമയം കൊടുക്കുക. അതാണ് സാറ് പറഞ്ഞ മെഡിറ്റേഷൻ ലെവൽ എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അത് ക്രിയാത്മകമായിട്ട് അവന് ചിന്തിക്കാൻ അവനെ പ്രേരിപ്പിക്കും, അവൻ്റെതായൊരു സമയം. അപ്പോൾ പോസിറ്റിവിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ആരോഗ്യം നഷ്ടപ്പെട്ട എളുപ്പത്തിലൊന്നും തിരികെ കിട്ടില്ല, സംശയമൊന്നുമില്ല. അപ്പൊ ശരീരം മനസ്സും ആയാസരഹിതമായാലേ പഠനം ആയാസരഹിതമാകുന്നുള്ളൂ. അതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പൊ ബോഡിക്ക് വേണ്ട റെസ്റ്റ്, ആ 4th പില്ലേഴ്സ്, പോസിറ്റീവ് മൈൻഡ് സെറ്റ് വർദ്ധിക്കും തോറും പെർഫോമൻസ് ലെവലും ടോട്ടലി അപ്ഗ്രേഡ് ചെയ്യുമെന്നാണ് ആ കേട്ട ക്ലാസ്സിൽ നിന്നുള്ള എനിക്ക് മനസ്സിലായത്. സഫിഷ്യൻ്റായ ഉറക്കം, ബോഡി മൂവ്മെന്റ്സ്, അതുപോലെ റീൽസൊക്കെ ആ സമയത്ത് കുറേയൊക്കെ ഒഴിവാക്കുക. അതുപോലെ എന്താ പറയാ, തലയ്ക്ക് മാത്രം വർക്ക് കൊടുക്കാതെ ഒരു റിലാക്സേഷനും ഫിസിക്കലി മെന്റലി ഇമോഷണലി വെൽബീയിങ് ആകാനായിട്ടൊരു ചെറു ശീലങ്ങളൊന്ന് മാറ്റിയെടുത്താൽ സുഖമായിട്ട് പറ്റും. അതുപോലെ ആ ഉറക്കത്തിന്റെ സമയം, ഉണർച്ചയുടെ സമയം ഒന്ന് ക്രമപ്പെടുത്തുക. ഭക്ഷണം കുറച്ചും കൂടെ നേരത്തെ ആക്കാം. കിടക്കുമ്പോഴത്തേക്കും ഭക്ഷണം ദഹിക്കാനുള്ള സമയം കൊടുക്കുക. ബോഡി ഒന്ന് ഹീലാവും. അതുപോലെ സൂര്യപ്രകാശത്ത് കുറച്ചുനേരം നടക്കുക. അങ്ങനെ നല്ലൊരു സെഷൻ. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. കട്ടായാ? താങ്ക് യു സണി സാർ. താങ്ക് യു മാം. കട്ടായില്ല. വേറെ ആരെങ്കിലും കട്ട് ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്. സാറേ, പറയൂ മാഡം. ഗുഡ് ഈവനിങ് സാറേ. ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞ ക്ലാസ്സിന് എനിക്ക് എത്താൻ പറ്റിയത്. കേട്ടിടത്തോളം ക്ലാസ് വളരെ ആദ്യത്തെ കുറച്ച് മിസ്സായി സാറേ. നാളെ ഞാൻ യൂട്യൂബിൽ നോക്കി കണ്ടോളാം. ഇങ്ങനെ ഒരു ക്ലാസ്സിന് വേണ്ടി ഞാൻ സിനിമയുടെ ക്ലൈമാക്സ് കഴിഞ്ഞിട്ട് ആദ്യം കണ്ടു കഴിഞ്ഞാൽ കാര്യം ഉണ്ടാവോ? അല്ല സാറേ, അങ്ങനെ ഒരു അത്യാവശ്യം ആയിപ്പോയി, അതുകൊണ്ടാ. ഇന്ന് അങ്ങനെ പറ്റിപ്പോയി. സാറിന്റെ ക്ലാസ് ഞാൻ ഒന്നും തന്നെ കളയാറില്ല. അത്രയ്ക്ക് എനിക്ക് വളരെ രസകരമാണ്. കാരണം സാറ് വളരെ പ്ലസന്റ് ആണ് സാറിനെ കാണുമ്പോൾ. അതാണ് ഏറ്റവും ഒരു അവതാരകന് വേണ്ടത്. അത് സാറിനുണ്ട്. അതുകൊണ്ട് പിന്നെ നമുക്കും സാറിൽ നിന്ന് പോസിറ്റീവ്നെസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്കും തിരിച്ചതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ആയിട്ട് ഇരിക്കാൻ തോന്നുന്നു സാറേ. അപ്പൊ ഇന്നത്തെ ക്ലാസ് പിന്നെ എക്സാം ആയിട്ട് ബന്ധപ്പെട്ടാണല്ലോ സാറേ. ഞാൻ പറയുന്നത് എൻ്റെ എല്ലാം കൊള്ളാം സാറേ. ആഹാരം, ഉറക്കം, എക്സർസൈസ്, പിന്നെ എല്ലാ കാര്യങ്ങളും ഇതെല്ലാം നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഒരു കുട്ടിക്ക് നല്ല ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റും. അത് ഓക്കെയാണ്. പക്ഷെ ഏറ്റവും പ്രധാനം സാറേ ഫാമിലി അറ്റ്മോസ്ഫിയർ ആണ്. അതൊരു പ്രധാന ഘടകമാണ് സാറേ. ഇതെല്ലാം വേണം, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ എൻ്റെ ഒരു റിക്വസ്റ്റ് ഇതിന്റെ കൂടെ അതുകൂടെ ഒന്ന് ആഡ് ചെയ്യണം, ഫാമിലി അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. കാരണം ഞാനൊരു ടീച്ചറാണ്. അപ്പോൾ എനിക്കറിയാം, ക്ലാസ്സിൽ വന്ന് രാവിലെ ഇരിക്കുമ്പോൾ കുട്ടിയുടെ മുഖത്ത് നോക്കുമ്പോൾ അറിയാം സാറേ ആ കുട്ടിയുടെ വീട്ടിലെ അവസ്ഥ. കാരണം ഗവൺമെന്റ് സ്കൂളാണ്. നമ്മൾ ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനെ അല്ല ഞാൻ പറയുന്നത്, മലയാളം മീഡിയം സ്കൂള്. കാരണം കുട്ടി രാവിലെ പല ബസ്സുകൾ കയറി
ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്തപ്പോഴേ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത് കുട്ടി എങ്ങനെയൊക്കെയോ രാവിലെ ഈ ബസ്സിൽ അറിയാമല്ലോ രാവിലത്തെ റഷ് ബസ്സിന്റെ. അപ്പൊ അതിൽ ഒന്നാമത്തെ ബസ്സിൽ കയറാൻ പറ്റത്തില്ല, രണ്ടാമത്തെ ബസ്സിൽ കയറാൻ പറ്റത്തില്ല. പ്രൈവറ്റ് ബസ്സുകാർ ഇവരെ ഇറക്കി വിടുന്നു, പിന്നെ ഇവരെ കയറ്റാതെ അടുത്ത സ്റ്റോപ്പിൽ കൊണ്ടുപോയി ബസ് നിർത്തുന്നു. ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് ഇവര് സ്കൂളിൽ എത്തുമ്പോ സാറേ, പിന്നെ പ്രിൻസിപ്പൾ 1-2 പേരെ അടി കൊടുക്കാനായിട്ട് അവിടെ നിർത്തിയിരിക്കുക, ലേറ്റായി വരുന്ന കുട്ടിയെ. അതൊന്ന് ഓർത്ത് നോക്കൂ സാറേ. ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു മാനസിക അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എനിക്കങ്ങ് സങ്കടം വരും. ഈ പിള്ളേര് വരുന്ന കാണുമ്പോഴും ഇവര് അടിക്കാൻ വടിയായിട്ട് നിൽക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് പല ദിവസങ്ങളിൽ ഞാൻ ഉള്ളിൽ കരഞ്ഞിട്ടുണ്ട് സാറേ, സത്യം പറയാം. അത്രയ്ക്കും ഇതാണ്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കൊരു ഡൗട്ട് തോന്നാറുണ്ട്. അതുകൊണ്ട് വീട്ടിലെ അന്തരീക്ഷം വളരെ ഇമ്പോർട്ടന്റ്. അത് താഴേക്കിടയിലുള്ളത്. ഇനി അടുത്ത ലെവൽ എന്ന് പറയുന്നത് പിന്നെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ജോലിയുള്ള പേരൻസ്. അവര് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഈ കുട്ടികളെ ശ്രദ്ധിക്കാനേ പറ്റത്തില്ല. ഞാനും ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ പിന്നെ നമ്മുടേതായ കാര്യങ്ങൾ, അടുത്ത ദിവസത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾ, അത് ഇവർക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഇവരുടെ യൂണിഫോം, ഇവർക്ക് നാളെ കൊണ്ടുപോകാനുള്ള ടിഫിൻ, നാളെ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ, ഇതെല്ലാം എങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അതും കുറച്ച് മുകളിലോട്ട് ഇരിക്കുന്നവരുടെ അവസ്ഥ. പിന്നെ ഈ കുടിക്ക് മദ്യപിക്കുന്നവരുടെ ഫാമിലി, ആ വീട്ടിലെ കുട്ടിക്ക് ഇതൊന്നും പ്രായോഗികമല്ല. പിന്നെ കുട്ടികൾ അങ്ങ് പഠിച്ചു വരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ ഇതില് എല്ലാം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു അറ്റ്മോസ്ഫിയർ കുട്ടിക്ക് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കാൻ പറ്റും. വളരെ നല്ലൊരു ഇത് ആയിട്ട്. ഇനി ഒത്തിരി, കാരണം നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ സാറേ. ഓരോ കുട്ടിയുടെ അവസ്ഥ നമുക്ക് ആരോടും നമുക്ക് ഈ ബുദ്ധിമുട്ടിയിരിക്കുന്ന കുട്ടികളോട് ചോദിക്കാൻ പറ്റില്ല എന്താ പ്രോബ്ലം എന്ന്. കാരണം നമുക്ക് ഈ എല്ലാവരുടെയും പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. ഓരോ കുട്ടിയും ഓരോരോ പ്രശ്നങ്ങളുമായിട്ടായിരിക്കും. പക്ഷെ അവര് എക്സാം ആകുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പിന്നെ എക്സാം രീതി ഇതായതുകൊണ്ട് എല്ലാവരും പാസ്സാകും സാറേ. കാരണം എനിക്ക് ഒരു ഇതുള്ളത്, ഒരു CBSE എന്നൊരു കുട്ടി ഹയർ സെക്കൻഡറിയിൽ വന്നു. അവന് +1 കഴിഞ്ഞപ്പോൾ അവന്റെ മാർക്ക് എന്റെ സബ്ജക്റ്റിൽ അവന് 92%. അതായത് ഞാൻ ഹിന്ദി എടുത്തിരുന്ന 92%. എന്റെ ക്ലാസ്സിലെ ഓർഡിനറി കുട്ടിക്ക് ഉള്ളത് 100 മാർക്കും ഉണ്ടായിരുന്നു. സാധാ കുട്ടിക്ക് CBSE ആ കുട്ടിയുടെ ഹാൻഡ് റൈറ്റിംഗ് കണ്ടിട്ട് ഞാൻ എടുത്തു വെച്ച് നോക്കുവാൻ. പക്ഷെ എനിക്ക് അതുകൊണ്ട് തന്നെ പിന്നെ ഈ കുട്ടിയുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. അത്ര എനിക്കങ്ങ് ഭയങ്കരമായ ബുദ്ധിമുട്ട് തോന്നി. അപ്പൊ അങ്ങനത്തെ ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ട് കുട്ടികൾ എന്തായാലും പാസ്സായി പോകുന്നു ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ. പിന്നെ ഇത് ഉയർന്ന തലത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഇത് നല്ല പ്രയോജനപ്രദമായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സാറിന്റെ ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തി നമുക്ക് സ്കൂളുകളിൽ ഒരു അവയർനെസ് കൊടുക്കുന്നതിന് പറ്റി സാറേ. ഇങ്ങനെ ഒരു സാധനം കിട്ടാനായിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് എല്ലാം പറഞ്ഞു കൊടുത്ത് പിള്ളേരെ റെഡിയാക്കാം. വളരെ ഉപകാരം സാർ. താങ്ക് യു സാർ. നോർമലി കുട്ടികളുമായിട്ട് ഉള്ള എല്ലാ സെഷനിലും പാരന്റ്സിനെയും വിളിക്കണം. അങ്ങനെ വേണം അവരുടെ എല്ലാ പ്രോഗ്രാമുകളും. ഈ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടതും മാഡം ആദ്യം കണ്ടില്ല, ഞാൻ ആ 1-2 സ്ലൈഡുകൾ അങ്ങനെ തന്നെ ആയിരുന്നു. പാരന്റ്സിന്റെ ചിത്രമാണ് കൂടുതലുള്ളത്. അല്ല സാറേ, പേരൻസ് വരത്തില്ല. എത്ര പേരൻസ് മീറ്റിംഗ് വിളിച്ചാലും പഠിക്കുന്ന കുട്ടിയുടെ പേരൻസ് വരും. കാരണം അവർക്ക് വഴക്ക് കിട്ടത്തില്ല. മറ്റേ കുട്ടിയുടെ പേരൻസ് വരത്തില്ല. ഞാൻ PTA അല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള സെഷൻസോ കൗൺസിലിംഗ് സെഷൻസോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്ത് വിളിക്കുന്നുണ്ടെങ്കിലും ആക്ച്വലി കൗൺസിലറും പ്രിപ്പയർ ചെയ്യണം. പാരന്റ്സിനോടും കുട്ടികളോടും ഒരേ രീതിയിൽ വേണം സംസാരിക്കാൻ. കുട്ടികൾ എന്താണ് ചെയ്യുന്നത്, കുട്ടികളുടെ തോട്ട് പ്രോസസ് എന്താണെന്ന് പാരന്റ്സ് അറിഞ്ഞിരിക്കണം. പാരന്റ്സിന്റെ തോട്ട് പ്രോസസ് എന്താണെന്ന് കുട്ടികൾ അറിഞ്ഞിരിക്കണം. ഇത് രണ്ടും കൂടിയുള്ള സെഷനും മേബി ഒരു അരമണിക്കൂറേ വർക്കേ ഉള്ളൂ. അരമണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ അവരുടെ ഇതിലങ്ങ് പോകും. അവരുടെ പുതിയ റീലിലേക്ക് മാറി. അപ്പൊ അവരെ ഒരുപാട് നേരം അവിടെ പിടിച്ചിരുത്താനൊന്നും പറ്റില്ല. സ്റ്റിൽ ചില കുട്ടികൾക്ക് എല്ലാവരെയും മാറ്റുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇപ്പോ ഡോക്ടർ പറഞ്ഞ പോലെ 2 സ്കൂളിന്റെ മാനേജ്മെന്റിലാണെങ്കിൽ ഇത് അതുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. ഇത് കുട്ടികളിലേക്കും അല്ല എത്തേണ്ടത്, ഇത് പാരന്റ്സിലേക്കും എത്തണം. പാരന്റ്സ്, ഞാൻ സംസാരിച്ചതിൽ പലതും കുട്ടികളോടല്ല പാരന്റ്സിനോട് തന്നെയാണ്.
കാരണം പാരന്റ്സിൽ നിന്നാണ് ഒരു നല്ല ശീലം കുട്ടികളിലേക്ക് എത്തുക. പാരന്റ്സ് ആണ് ആദ്യം മാറേണ്ടത്. എന്ന് വെച്ച് കുട്ടികളെ പൂർണ്ണമായിട്ട് കുട്ടികളെ എന്തുകൊണ്ട് ഈ മാറ്റം ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലാവണം. അത് ഈ ഒരു പെർട്ടിക്കുലർ കേസ് എക്സാമിൻ്റെത് മാത്രമല്ല, ഇതിനു മുമ്പ് എടുത്ത അല്ല. സെഷൻസ് ഒക്കെ ഞാൻ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സെഷൻ ആണെങ്കിൽ കൂടുതലും ഞാൻ അതിൽ സ്പെസിഫൈ ചെയ്ത് പറയാറുണ്ട്, പാരന്റ്സ് കൂടി വന്നു കഴിഞ്ഞാൽ വളരെ സന്തോഷം. വെറും കുട്ടികൾ മാത്രമേ ഉള്ളൂ എങ്കിൽ ഞാൻ എടുക്കുന്നില്ല എന്ന് പറയാറുണ്ട്. ആ സ്കൂളിൽ ലൈവ് സെഷൻ എടുക്കാൻ പോയപ്പോഴും ഇത് തന്നെയായിരുന്നു. രണ്ടും അതാ രണ്ടായിട്ട് കാണുന്ന രീതിയാണ് ഇന്നത്തെ സ്റ്റഡി അല്ലെങ്കിൽ ഇന്നത്തെ സ്കൂളിലത്തെ പി ടി എന്ന് പറയുന്നത്. ഏതെങ്കിലും പി ടി എക്ക് കുട്ടി വന്നിരുന്നുണ്ടോ? ഇല്ല. പി ആ, ടി എന്ന് പറയുന്നത് പാരന്റ് ടീച്ചറാണ്. അപ്പൊ കുട്ടിക്ക് എന്ത് കാര്യം? ഇനി അങ്ങനെ ആ, ഇരിക്കാൻ പറ്റുന്ന കുട്ടികളുണ്ടെങ്കിൽ അത് ചെറിയ ക്ലാസ്സിൽ യു പിയിലോ അല്ലെങ്കിൽ എൽ പിയിലോ ലെവലിലോ ഉള്ള കുട്ടികൾക്ക് മാത്രമേ അങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ. അത് തന്നെ കുറച്ചു നേരം ആ പ്രോഗ്രസ് കാർഡ് കാണും, സൈൻ ചെയ്യും, അതിനുശേഷം ഓ കുട്ടികളുടെ വരും. ഓ ഇതിനു വേണ്ടിയിട്ടല്ല, ഒരു പ്രോഗ്രസ് കാർഡ് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഒരു പി ടി എ വിളിക്കേണ്ടത്. എനിവേ അത് സ്കൂൾ മാനേജ്മെന്റിന്റെ ഒരു ലെവൽ ഓഫ് റൈറ്റ് ആണ്, അതിൽ ഞാൻ ഇടപെടുന്നില്ല. ബട്ട് കുട്ടികൾക്ക് ഗൈഡൻസ് അല്ലെങ്കിൽ കുട്ടികൾക്ക് കൗൺസിലിംഗ് അല്ലെങ്കിൽ കുട്ടികളുടെ ജീവിത ശൈലിയിലുള്ള മാറ്റം വേണമെങ്കിൽ കുട്ടികളും പാരന്റ്സും ഇരുന്നിട്ട് വേണം അത് കേൾക്കാൻ. ഉം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിൽ സക്സസ് റേഷ്യോ 50ക്ക് മുകളിലെങ്കിലും എത്തുമെന്ന് വിചാരിക്കണ്ടു, അല്ലെങ്കിൽ ഒരു 10ന് താഴെ കുട്ടിയാണ്. ശരിയാ. വീട്ടിലെ അറ്റ്മോസ്ഫിയർ ആക്ച്വലി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വീട്ടിലെ അറ്റ്മോസ്ഫിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാ വരിക. അല്ലെങ്കിൽ പിന്നെ ഒരു സ്കൂളിൽ പാരന്റും കുട്ടിയും കൂടി എന്തിനിരിക്കണം? അതെ. ഇന്നത്തെ പല സ്കൂളുകളിലും നടക്കുന്ന രീതി ഇതല്ല. ഞാൻ പറഞ്ഞ മീൻസ് ഞാൻ 2 സ്കൂളുകളിൽ തീർച്ചയായിട്ടും പാരന്റ്സും കൂടി വരണം എന്ന് പറഞ്ഞപ്പോൾ അവര് ഞെട്ടി. ഇതെന്തിനാ പാരന്റ്സിനെ വിളിക്കുന്നത്? കുട്ടികൾക്കല്ലേ ഗൈഡൻസ് കൊടുക്കുന്നത്, എന്തിനാ പാരന്റ്സിനെ വിളിക്കുന്നത്? പക്ഷെ അതാണ് ശരിയായ രീതി എന്ന് എനിക്ക് തോന്നുന്നു. അതെ അതെ. ബാക്കി എഗൈൻ ഇവിടെ കൗൺസിലേഴ്സും അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ തന്നെ വളരെ കാലമായിട്ട് പ്രാക്ടിക്കലി വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. അപ്പൊ അവരവരുടെ അഭിപ്രായം പറയാം. ടോമി സർ എന്ത് പറയുന്നു? ആക്ച്വലി ടോമി സർ ഒരു പക്ഷേ ഇഗ്നൈറ്റ് ത്രൂ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇതിൽ പറയാൻ പറ്റുമായിരിക്കും. ഇല്ല, സാറ് പോയെന്ന് തോന്നുന്നു. ആ എന്ത് സാർ എന്നോടെന്താ പറഞ്ഞോ? ആ ഞാൻ പറഞ്ഞത് കേട്ടിരുന്നോ? കേട്ടിരുന്നു സാർ. പേരൻസും കൂടി അറ്റൻഡ് ചെയ്യണം കുട്ടികളുടെ പ്രോഗ്രാമിലൊക്കെ. അത് ശരിയാണ് സാറ് പറഞ്ഞത് 100% ശരിയാണ്. പേരൻസിലൂടെ ഇത് വന്നു കഴിഞ്ഞാൽ, കാരണം വീട്ടിലെ അറ്റ്മോസ്ഫിയർ മൊത്തം അങ്ങനെ ആയാൽ മാത്രമേ കുട്ടികൾക്ക് അതിൽ പഠനത്തിന്റെ രീതി ശരിയായിട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. സാറ് പറഞ്ഞ മെത്തേഡ് അനുസരിച്ച് പോകണമെന്നുണ്ടെങ്കിൽ. അപ്പൊ പേരൻസിനും ബോധവൽക്കരണം അത്യാവശ്യമാണ്. പിന്നെ സാർ ഇവിടെ പറഞ്ഞ എല്ലാം തന്നെ പേരൻസിന്, പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 70-80% പേരൻസ് ആണ് ശ്രദ്ധിക്കേണ്ടത്. ബാക്കി കുട്ടിയൊക്കെ ഉള്ളൂ. സാറ് തന്ന ഇത് ഞാൻ നോക്കിയിട്ട് ഇതില് 80% പേരൻസിനാണ്. അപ്പൊ പേരൻസ് നന്നായാൽ കുട്ടി നന്നാവും എന്നുള്ളതാണല്ലേ സാറേ? അല്ല, അങ്ങനെ തോന്നരുത്. കുട്ടികൾ ആക്ച്വലി ഈ ക്രേവിങ്സിനെ പറ്റിയൊക്കെ കുട്ടി മനസ്സിലാക്കുന്നത് നല്ലതാണ്. ക്രേവിങ്സിന്റെ സയൻസ് എന്താണ് പാരന്റ്സും മനസ്സിലാക്കുന്നത് നല്ലതാണ്. പലപ്പോഴും നമ്മുടെ വയറിന്റെ ആരോഗ്യം കളഞ്ഞിട്ടാണ് നമ്മൾ മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ അതില് ശ്രദ്ധിക്കാൻ പറ്റുകയാണെങ്കിൽ കുട്ടിക്ക് ശരിയാണ്, കുട്ടി രാത്രിയിൽ കുറെ നേരം വായിക്കുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് അങ്ങനെ ഒരു എനർജി ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഉറക്കം വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കാപ്പി ഉണ്ടാക്കി കൊടുക്കരുത്. അത് പാരന്റ്സ് ചെയ്യേണ്ടതാണ്. പക്ഷെ അതിന് പകരം വേറെ എന്താണ് റീപ്ലേസ്മെന്റ്, അല്ലെങ്കിൽ അവിടെ വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് കുട്ടിയും ചിന്തിക്കാം. എങ്ങനെ പ്ലാൻ ചെയ്യാം, അതൊക്കെ ഈ പ്ലാനിങ്ങും ഇതൊക്കെ കൗൺസിലിംഗിന്റെ ഭാഗമായിട്ട് വരുന്നതുകൊണ്ട് അല്ലെങ്കിൽ എക്സാം പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് അതൊന്നും ഞാൻ ടച്ച് ചെയ്തിട്ടില്ല. അപ്പൊ ടീച്ചർക്ക് ഒരു പക്ഷേ ഇന്നിപ്പോ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ സ്കൂൾ ലെവലില് PTA അല്ലെങ്കിൽ ഇതുപോലെ കൗൺസിലിംഗ് സെഷൻസ് ഒരു പ്രൊഫഷണൽ കൗൺസിലറൊക്കെ തന്നെ വന്നിട്ട് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള സെഷൻസ് നടക്കുമ്പോൾ അവിടെ PTA-യുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ട് പാരന്റ്സ് കൂടി പോകാൻ പറ്റുന്ന രീതി എങ്ങനെ എന്നുള്ളത്, അല്ലെങ്കിൽ പാരന്റ്സിന് വേണ്ടി കൂടി നടത്തിക്കൂടെ, ഒരുമിച്ച് നടത്തിക്കൂടെ, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പക്ഷെ സുധോധനൻ സർക്കോ അല്ലെങ്കിൽ ഷീല മാഡത്തിനൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്.
പറ്റും സാറേ, ഞങ്ങൾ കഴിവിന്റെ പരമാവധി കുട്ടികളെ പിന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് തന്നെ, പിന്നെ ഇത്തരം സ്റ്റെപ്സ് കിട്ടിയപ്പോഴത്തേക്ക് ഇനി കുറച്ചുകൂടി അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത് സാറിന്റെ ഇത് സാർ അത് ഈ നമ്മുടെ ഈ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടല്ലോ, ഈ പൊതുവിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയാൻ സ്റ്റേറ്റ് സിലബസ്, എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിലെല്ലാം തന്നെ ഈ PTA ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവിടെ രാഷ്ട്രീയമൊക്കെ കലർത്തിയിട്ടും ഒക്കെ ആയിട്ട് വരുമ്പോൾ അവർക്ക് ഇതിലൊന്നും താല്പര്യമില്ല. PTA പ്രസിഡന്റ് ആരാവണം എന്നൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ഇന്ന സ്കൂളിലെ ആരാവണം എന്ന് തീരുമാനിക്കുക. അത് യാഥാർത്ഥ്യമാണ്, നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. കാരണം ഈ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു 2 ഗവൺമെൻറ് ഹൈസ്കൂളുകളുണ്ട്. തേനാരി ഗവൺമെൻറ് ഹൈസ്കൂൾ, എലപ്പുള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഇവിടെ രണ്ടിടവും ഈ പാർട്ടി ഫാക്ഷൻസ് പോലെയാണ് ഈ PTA പ്രവർത്തിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പിള്ളേരുടെ പഠനമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒക്കെ, പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ ആരും വരില്ല. ഇവർ അധ്യാപകർ സങ്കടപ്പെട്ട് വിളിച്ചാൽ പോലും വരില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയുണ്ട്. അതേസമയത്ത് ഈ CBSE സ്കൂളുകളിൽ അല്ലെങ്കിൽ കോൺവെന്റുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വന്നില്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ചോദിക്കും പേരന്റിനോട്. അപ്പോൾ അതുകൊണ്ട് നിർബന്ധിച്ച് നമ്മൾ കയറ് കെട്ടി പശുവിനെ വലിക്കുന്ന പോലെ വലിച്ചാലാണ് ഈ രക്ഷിതാക്കൾ സർക്കാർ സ്കൂളിൽ വരുന്നത്. അവനെ പുറത്താക്കുമെന്ന് പറഞ്ഞാൽ പോലും അച്ഛനും അമ്മയും വരില്ല. അങ്ങനെ ഒരു വലിയൊരു പോരായ്മ ഉണ്ടത്. പിന്നെ ഈ കുട്ടികൾ വീട്ടിൽ പോയി പറയുകയില്ല. പറയില്ല. അങ്ങനെ കുറെ യാഥാർത്ഥ്യങ്ങളുണ്ട്. നോട്ടീസ് കൊടുത്തു വിട്ടാലും സാറേ, സുധാകരൻ സാറേ, നോട്ടീസ് കുറെ നാൾ കഴിഞ്ഞ് നോക്കും. നോട്ട് നമ്മൾ എന്തിനെങ്കിലും നോട്ട്ബുക്ക് വേണ്ടി ചോദിക്കുമ്പോൾ അതിനകത്ത് ഇരിപ്പുണ്ടായിരിക്കും. അതെ, അതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. കാരണം ഇപ്പോ ഏറ്റവും വലിയ സ്ട്രെസ് അനുഭവിക്കുന്ന വിദ്യാർത്ഥികളൊന്നും അല്ല, അധ്യാപകരാണ്. അധ്യാപകർ തന്നെയാണ് സ്ട്രെസ് അനുഭവിക്കുന്നവർ. കാരണം എങ്ങനെയാണ് ഈ കരിങ്കല്ലിൽ തലയടിച്ച് അങ്ങനെ മുന്നോട്ട് നീങ്ങുക എന്നുള്ള ഒരു അത് മാത്രമല്ല സാറേ, അത് മാത്രമല്ല, പിന്നെ റിസൾട്ട് വരുമ്പോൾ പെർസെന്റേജ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു മീറ്റിംഗ് വിളിക്കും അവിടെ. എന്നിട്ട് പിന്നെ ഏറ്റവും ഈ ബാക്ക് നിൽക്കുന്ന ചില സബ്ജക്റ്റുകളുണ്ട്, പിന്നെ ഫിസിക്സ് മാത്സ് ഒക്കെ വരുന്ന ടീച്ചേഴ്സ് എന്ത് ടെൻഷൻ പിടിച്ചാണെന്നോ ഇരിക്കുന്നത്. കാരണം റിസൾട്ട് ഇല്ല എങ്കിൽ അതിന്റെ മൊത്തം ഉത്തരവാദിത്വം ആ ടീച്ചറിനെയാ വരുന്നത്. അതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു തമാശയായിട്ട് തോന്നാറുണ്ട്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ട് സാധനങ്ങളെല്ലാം പ്ലാസ്റ്റിക് കവറിൽ നമുക്ക് എത്തിച്ചേരുന്ന ഒരു സമൂഹമാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെയായിരുന്നു. സാറേ, ഞാൻ അവിടെ സ്കൂളില് അച്ഛമായപ്പോ ചെയ്ത പണി ഇതുപോലെ PTA മീറ്റിങ്ങിനെ വിളിച്ചാൽ കുറച്ച് പേരെ വരാം, തൊഴിലാളികളെ മക്കളാ. അപ്പൊ അത് അന്നത്തെ ഒരു കൂലി പോവും. അപ്പൊ ജനറൽ ബോഡിയുടെ അന്ന് നിർബന്ധമാണ് അവർക്ക് ചായയും സ്നാക്സ് ഒക്കെ കൊടുക്കും. അപ്പൊ അവറ്റ വരും, ഓരോരുത്തരടുത്തും ആ ടീച്ചർ ചെന്ന് സംസാരിക്കുന്ന നിർബന്ധം. അവരെ സംബന്ധിച്ച് തൊഴിലാളികൾക്ക് അധ്യാപകർ സ്നേഹപൂർവ്വം സംസാരിക്കാന്ന് പറഞ്ഞാൽ വല്ലാത്ത സന്തോഷമാണ്. ഒരുപാട് മാറ്റം വരുത്താൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കുറേയൊക്കെ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരോട് പറയും, ഒരു മീറ്റിംഗ് ആനുവൽ എക്സാമിന് മുമ്പ് ഹാഫിയലോട് വിളിക്കും. അന്ന് എത്ര പണി ഉണ്ടെങ്കിലും 1.5 മണിക്കൂർ നിങ്ങൾ ഇരുന്നാൽ മതി. ക്ലാസ്സിൽ HM കോമൺ ആയിട്ട് പറയും, ബാക്കി അതാത് ക്ലാസ് ടീച്ചേഴ്സിന്റെ ക്ലാസ്സിൽ രക്ഷിതാക്കൾ ചെല്ലാം. എന്നിട്ട് ആ ടീച്ചറെ അടുത്തൊരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ട്. 5 പേര് പാരൻസ് തമ്മിലും കണക്ഷൻ ഉണ്ട്. അവർ തമ്മിൽ വിളിച്ച് ഒരു 4-5 പേര്, കാരണം പട്ടിണിയാവും ചിലപ്പോൾ പണിക്ക് പോയില്ലെങ്കിൽ, അവരാരെങ്കിലും പകരം വിടില്ലെങ്കിൽ വിളിച്ചു പറയും. എന്നാലും അവൻ കരഞ്ഞു പിടിച്ച് പിറ്റേ ദിവസം അച്ചാച്ചനെ ആരെങ്കിലും കൊണ്ടുവരുവാൻ. കുറേ മാറ്റം വരുത്താൻ പറ്റിയിട്ടുണ്ട്. കാരണം അവർക്ക് അന്ന് പോയാൽ അന്നം കിട്ടില്ല. പക്ഷെ ഒരു ദിവസമല്ലേ, മക്കൾ നാശമായി പോവില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം ഉണ്ടാവും, കണ്ണിൽ വരും. അങ്ങനെ കുറേ മാറ്റം വരുത്താൻ പറ്റും, അല്ലെങ്കിൽ വരില്ല. അപ്പൊ മാനേജർ ഇത്ര അങ്ങോട്ട് മാറിയ ഈ ഭയമാരുത് മനസ്സിലായി. അവര് മാറും. വേറെ നിവൃത്തിയിൽ അവർക്ക് ചായയും ഒന്ന് കൊടുക്കും, അവരൊന്ന് സൽക്കരിക്കും. മനസ്സിലായ? പിന്നെ ആനിവേഴ്സറിയുടെ അന്ന് ഞാൻ ഫുഡ് കൊടുക്കാറുണ്ട്. 5 വർഷം ഞാൻ പ്രിൻസിപ്പളായപ്പോ ബിരിയാണി കൊടുക്കുക രക്ഷിതാക്കൾക്ക്. അപ്പൊ അവര് രാവിലെ വന്ന് അവരെന്നെ ഹെൽപ്പ് ചെയ്യും. 2 മണിയാകുമ്പോഴത്തേക്കും പ്രോഗ്രാം തുടങ്ങും. അപ്പൊ ഇങ്ങനൊക്കെ ഓരോരുത്തർ ടെക്നിക്ക് ഉപയോഗിച്ച് കുറേ മാറ്റാം. കുറച്ച് റിസ്ക് ഉണ്ട്. വരുമ്പോ
വിളിച്ചിരുത്തി ചിലപ്പോൾ ചായ കൊടുക്കണം. അങ്ങനെ കുറച്ച് പൈസ ഇറക്കി കഴിഞ്ഞാൽ അവർ തന്നെ നമുക്ക് ബെഞ്ച് വേണ്ട കാര്യങ്ങളൊക്കെ ആൾക്കാരെ കണ്ടെത്തി ഇതിൻ്റെ ഇരട്ടി അവർ തന്നെ ഉണ്ടാക്കി തരും. മുതലാളിമാരോടൊക്കെ ഇപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ബെഞ്ച് ഒടിഞ്ഞേക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറച്ചാണ്ട് കൊടുക്കുമ്പോഴത്തേനും നമ്മുടെ കുട്ടികളൊക്കെ ഓൾഡ് സ്റ്റുഡൻസിന് തന്നെ ഇവർ തന്നെ കണ്ടെത്തി പോലെ നമുക്ക് കിട്ടും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇംപ്ലിമെൻറ്റേഷൻ ഓരോരുത്തർ ബുദ്ധി പോലെ കൊണ്ടുവന്നാൽ പിന്നെ കുട്ടികൾക്കും അച്ഛൻ കള്ളുടിച്ച് വന്ന് ഉണ്ണിയുടെ അടുത്ത് കിടക്കുമ്പോൾ തലമുടിക്കടക്കം കള്ളിൻ്റെ മണം ഉണ്ടായിരുന്നു സാറേ. അപ്പം ഇവൻ്റെ കണ്ണിങ്ങനെ പാവ ഹേങ്ങായിട്ട്. അപ്പം അച്ഛന് സങ്കടമുണ്ട്, അച്ഛൻ ഇതൊന്നും അറിയണില്ല. അപ്പം ഇങ്ങനെ നമ്മളെ ബുദ്ധി കുറച്ച് മാറ്റം വരും, സംശയമൊന്നുമില്ല. താങ്ക് യു സാറേ. പക്ഷെ ഒരു കാര്യമുള്ളത് പിന്നെ സാറിന്റെ സബ്ജക്റ്റിൽ നിന്ന് നമ്മൾ വിട്ടുപോയി. സോറി സർ. പിന്നെ നമ്മുടെ അനുഭവങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അല്ല പഠനം ടീച്ചറെ, സബ്ജക്റ്റ് അത് തന്നെയാണ്. കുട്ടി നന്നാവലാണ്, പഠനമാണ് മെയിൻ. അതെ 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 അതെ. കുട്ടി നന്നാവില്ല, പഠിച്ച് ജോലി കിട്ടല് മാത്രമല്ല നല്ലൊരു ഹ്യൂമനെ സൊസൈറ്റിക്ക് കൊടുക്കലാണ്. പഠിച്ചുകൊണ്ട് മാത്രം വൃത്തികെട്ടവൻ അധ്യാപകനായിട്ടോ വക്കീലോ ഡോക്ടറായിട്ടോ ഒരു കാര്യമില്ല. അവന് ക്വാളിറ്റി തന്നെ വേണം. സാറ് പറഞ്ഞത് അധിഷ്ഠിതാണ് ടോക്ക്, സംശയമൊന്നുമില്ല. പിന്നെ സമർത്ഥൻ എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റ് സിലബസിൽ, കാരണം അവന് കുറെ ഫ്രീഡം കിട്ടുന്നുണ്ട്. അപ്പൊ അവൻ കുറച്ച് നല്ല സമൂഹത്തിൽ ജീവിക്കാൻ പറ്റിയ ഒരു ആളായിട്ട് വരും. അത് കുറച്ച് അനുഭവപ്പെട്ടിട്ടുണ്ട്. എന്തിനും ഫേസ് ചെയ്യാൻ ആ കുട്ടിക്ക് കഴിയുന്നുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്. സാറേ സാധാരണ വിദ്യാലയത്തിലല്ലേ പഠിച്ചത്? ഒരു CBSE-ലല്ലോ? ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ. അതന്നെ, അതൊക്കെയാണ് നമ്മൾക്കുള്ള മാറ്റം. നമുക്ക് സിലബസിൽ നിന്ന് തല പൊക്കിയിരിക്കാൻ കുറെ നേരമൊക്കെ ഉണ്ട്. അങ്ങനത്തെ വിദ്യാലയത്തിലെ മക്കളൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. 4 ദിവസം സ്കൂളിൽ വന്നില്ലെങ്കിലും ഒരാൾ റൊട്ടി വീണവൻ എണീപ്പിക്കും, വയ്യാത്ത കുട്ടീനെ പിടിച്ച് ക്ലാസ്സിൽ കയറ്റിയിരുത്തും. ഇതൊക്കെ തന്നെ വേണ്ടത്, സംശയമൊന്നുമില്ല. അങ്ങനെ പോട്ടെ. അങ്ങനെ പോട്ടെ. പറഞ്ഞു വന്നപ്പോ സാറേ സോറി സാറേ, അറിയാതെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എന്തൊക്കെയോ പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് എനിക്ക് ശരി പലപ്പോഴും എനിക്ക് ഭയങ്കര, കാരണം അങ്ങനെയുള്ള ചുറ്റുപാടുള്ള കുട്ടികളെ ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു ബുദ്ധിമുട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞു പോയതാ. പിന്നെ ഈ പറഞ്ഞതെല്ലാം എത്ര ചെറിയ വീട്ടിലും ഈ സംഭവങ്ങൾ നടക്കുന്നുണ്ട് സാറ് പറഞ്ഞത്. പക്ഷെ അതൊന്നും ക്രമത്തിലല്ല എന്ന് മാത്രം. ഇത് ക്രമീകരിക്കുക എന്നുള്ളതാണ് സാറ് ഈ പറഞ്ഞു തന്നതിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു വലിയൊരു കാര്യം. താങ്ക് യു സർ. സനിൽ സാർ ഒന്ന് പറഞ്ഞോട്ടെ? താങ്ക് യു സാർ, നല്ല സെഷൻ ആയിരുന്നു. നല്ല ആക്റ്റീവായിട്ട് എനിക്ക് ഇൻവോൾവ് ആവാൻ പറ്റി. നല്ല സെഷൻ ആയിരുന്നു സാർ, താങ്ക് യു സോ മച്ച്. ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. പിന്നെ എല്ലാവരുടെയും ഇൻട്രാക്ഷനിലൂടെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. ഇപ്പം എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നിയത് നമ്മുടെ ഈ ഗട്ട് റെഡി ആയില്ലെങ്കിൽ നമുക്ക് ഡിപ്രസീവ് തോട്ട്സ് വരുന്നു. എന്തിനാണ് എക്സാം എഴുതുന്നത്, അല്ലെ എന്തിനാണ് ജീവിക്കുന്നത്, അങ്ങനെ ഒരു ഡിപ്രസീവ് തോട്ട്സിലോട്ട് പോകുന്നു എന്ന് സാറ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. പിന്നെ സാറ് ഷെയർ ചെയ്ത മറ്റേ ന്യൂട്രിയൻസിന്റെ ഫുഡിന്റെ കാര്യങ്ങൾ, അത് യൂസ്ഫുള്ളായി. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ സാറ് പിന്നെ നമ്മുടെ ടീം മാനേജർ സാറ് സുനോദന് സാറ് പറഞ്ഞ കുട്ടികൾക്കൊരു അംബീഷൻ കുറവാണ് എന്ന് പറയാം. അപ്പോൾ ഒരു അംബീഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടെ ഫോക്കസ് ആയിട്ട് കുട്ടികൾ മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നു. അതൊരു നീഡായിട്ട് എനിക്ക് തോന്നി. താങ്ക് യു സാർ. അംബിഷൻ ആക്ച്വലി അഗൈൻ ഇന്നത്തെ ടോപ്പിക് അല്ല, കാരിയർ ഗൈഡൻസോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതല്ല. സ്റ്റിൽ നമുക്ക് ഒരു കാര്യത്തിനെ 2 രീതിയിൽ ഇഷ്ടപ്പെടാം. ഞാനൊരു കക്ഷിയുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഓട്ടം ഭയങ്കര ഇഷ്ടമാണ്. ഏതാണ്ട് ഒരു 6 മാസത്തോളമായി കക്ഷിയായിട്ട് പരിചയപ്പെട്ടിട്ട്. അപ്പൊ ഈ ഇത്രയും കാലത്തിനിടയിലും കക്ഷി പൊതുവെ ഓടുന്നതിന്റെയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇൻസ്റ്റാഗ്രാം പോസ്റ്റൊന്നും അങ്ങനെയൊന്നും കാണാറില്ല. അപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു 5 മിനിറ്റ് ഒക്കെ ഓടും. അപ്പോ ഇതിനു മുമ്പ് ഓട്ടം ഇഷ്ടമാണെന്ന് പറഞ്ഞത് എന്താ? ഓട്ടം കാണാൻ ഇഷ്ടമാണ്. നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യാൻ, പെയിന്റിങ് എനിക്ക് നല്ല ഇഷ്ടം, അല്ലെങ്കിൽ മ്യൂസിക് എനിക്ക് ഇഷ്ടം, മ്യൂസിക് കേൾക്കാൻ ഇഷ്ടമാണെന്നായിരിക്കും അവർ പക്ഷെ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ അതിന്റെ ലിറിക്സുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ കോമ്പണൻസിനെ ഇഷ്ടപ്പെടുന്നതോ ആക്ടിവിറ്റി ഇഷ്ടപ്പെടുന്നതോ രണ്ടും രണ്ടാണ്.
ആംബിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കാരിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കുമ്പോൾ നമുക്ക് കാരിയർ അതിൽ ഏർപ്പെടാൻ ഇഷ്ടപ്പെടാം, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള പ്രൊഡക്ടിവിറ്റി, അതിന്റെ ഫർദർ റിസൾട്ട് നമുക്ക് ഇഷ്ടപ്പെടാം. അതിൽ ഏതൊക്കെ പോയിന്റ് ആണ് ഇഷ്ടപ്പെടുന്നത്? ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ട്. കാരിയറിന് 16 തരത്തിലുള്ള ആസ്പെക്ട്സ് വരുന്നുണ്ട്. അപ്പൊ ഈ 16 എണ്ണത്തിൽ എന്ത് പാർട്ട് കണ്ടിട്ടാണ് ഇയാൾക്ക് ഇഷ്ടം തോന്നി തുടങ്ങിയത്, അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആംബിഷൻ എവിടെയും എത്തിപ്പോവാത്തത്. ഞാൻ ഡിഫൻസിലായിരുന്നു എന്നുള്ളത് കൊണ്ട് എന്റെ മകന് ഡിഫൻസുമായിട്ട് കുറച്ചൊക്കെ വിവരം ഉണ്ടാവാം, അല്ലെങ്കിൽ യൂണിഫോം ഡ്രസ്സിനോട് പക്ഷേ ഒരു അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടാവാം. അതുകൊണ്ട് അവൻ ഓക്കെ ഡിഫൻസ് കാരിയർ ആണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് പൂർണ്ണമായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് അവന്റെ ആംബിഷനായിട്ടും എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല. കാരണം അവന് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടാൻ പോകുന്ന റിസൾട്ട്സ് എന്താണ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കിയിട്ട് അത് അവന്റെ ആംബിഷൻ ആണോ എന്ന് അവൻ തീരുമാനിക്കാനും ആസ് എ പാരന്റ് ഞാൻ തീരുമാനിക്കാനും. അപ്പൊ ആംബിഷൻ ഓറിയന്റഡ് ആയിട്ട് ഇന്നിപ്പോഴേ കുട്ടികൾക്ക് എങ്ങനെ ഒരു ആംബിഷൻ ഉണ്ടാവും? ഈ റീൽസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴേ പുതിയൊരു റീൽ ഉണ്ടാക്കാനുള്ള ആംബിഷൻ ഉണ്ടാവും. അതാണ് സാധാരണ. അപ്പൊ അവിടുന്ന് മാറി ചിന്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങണം. അത് പാരന്റ് ആയിട്ടുള്ള നമുക്കും അങ്ങനെ ഒരു ഫീലിംഗ് ആണ്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. എനിക്ക് സാബു സാർ ഉണ്ടെങ്കിൽ ഇന്ന് ഇനി വേറെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. സാബു സാറ് വരുമായിരിക്കും. ആണോ? സാറേ ഏതോ ഫംഗ്ഷനിലാണെന്ന് തോന്നണല്ലോ. ആയിക്കോട്ടെ സാറേ, ആയിക്കോട്ടെ. അതുകൊണ്ട് ഓക്കെ.